ഗുഡ് ഈവനിങ് ഓൾ. അപ്പൊ ഇന്ന് നമ്മുടെ അഞ്ചാമത്തെ ദിവസം മനോഹരമായ എല്ലാവരും എത്തി, വളരെ സന്തോഷം. അപ്പൊ ഓർക്കുക, നമ്മൾ ഒരു ചുവടുവെപ്പിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു ഹലോ. ക്ലാസിന്റെ ഒരു പ്രത്യേകത, ഒരു ദിവസം രണ്ടു ദിവസം പാസ്വേഡ് കണ്ടോ? ഒരു ദിവസം ഒരു രണ്ടു ദിവസമൊക്കെ ഇങ്ങനെ വരാം. പക്ഷെ തുടർച്ചയായിട്ട് ഇങ്ങനെ അഞ്ചാമത്തെ ദിവസം വരിക എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ ഒരു സ്ട്രെയിൻ ഉണ്ട്, അതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, അതിന് പിന്നിൽ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ ആദ്യമേ തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ഏത് തുടങ്ങുമ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വേണം. നമുക്ക് ഇതുപോലെ സൂം നല്ലതായിട്ട് വന്നു, പിന്നെ നമുക്ക് ഇന്ന് ഇതുപോലെ ഒത്തുചേരാൻ പറ്റി. പിന്നെന്തൊക്കെയാ, നമുക്ക് ഇതുപോലെ ചില കാര്യങ്ങളൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പം പെട്ടെന്ന് ഒരു 3 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാവോ? 3 ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് എഴുതാവോ? ഇപ്പൊ പെട്ടെന്ന് എഴുതാൻ പറ്റുമല്ലോ, ഞാൻ സ്ക്രീൻ കാണിക്കേണ്ട കാര്യമില്ല. എങ്കിൽ പോലും ഒന്ന് സ്ക്രീൻ കാണിക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് എന്തൊക്കെയോ പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഒരു 3 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിക്കോ. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ഐസ് ദാറ്റ് സീ ദ വേൾഡ്. ഈ ലോകത്ത് എനിക്ക് കാണാൻ കഴിയുന്നു. ഗ്രാറ്റിറ്റ്യൂഡ്. ഇന്ന് രാവിലെ എഴുന്നേക്കാൻ പറ്റി. ഒരുപക്ഷെ ഇതുവരെ ഈ നമ്മളല്ലേ ഇതുവരെ കാണാത്ത ഒരുപാട് ആൾക്കാരെ ഇപ്പൊ ഈ സൂമിൽ കാണാൻ പറ്റി. നേരിട്ട് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൽ. അപ്പൊ അതൊരു ഭാഗ്യമാണ്. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്താണോ അത് എഴുതിക്കുക, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. പണ്ടൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ മടിയായിരുന്നു, ഇപ്പൊ നമ്മൾ ഭയങ്കര സ്പീഡായി. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ സ്കിൻ ദാറ്റ് പ്രൊട്ടക്ട്സ് മീ. ചൂട് വരുമ്പോഴും തണുപ്പ് വരുമ്പോഴും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്കിന്നിനോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളെ സ്നേഹിക്കുന്ന വീട്ടുകാരോട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ അവർ അനുവാദം തന്നവരോട് ഗ്രാറ്റിറ്റ്യൂഡ്. ഒരുപക്ഷെ നമ്മൾ പറയല്ലേ, വേറെ ആരെയാണ് നമുക്ക് വരേണ്ടത്, പക്ഷെ നമ്മളിവിടെ എത്തിച്ചേർന്നു. അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് 3 എഴുതിയെന്ന് തോന്നുന്നു. താങ്ക് യു. അടുത്തത് നോക്കിയേ. അടുത്തതെന്ന് വെച്ചാൽ സക്സസ് ആയ ഏതെങ്കിലും കാര്യങ്ങളെന്ന് എഴുതിക്കേ. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റു, അതൊരു സക്സസ് ആണ്. എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റി, സക്സസ്. എനിക്ക് എന്റെ ബ്രഷ് അല്ലെ എന്റെ എന്റെ ബ്രഷ് ഉപയോഗിച്ച് എന്റെ പിന്നെ ബ്രഷ് ചെയ്തു. പലർക്കും ചിലപ്പോൾ ബ്രഷ് ചെയ്യുന്നത് വേറെ ആൾക്കാരായിരിക്കാം. കണ്ട, അതൊരു വലിയൊരു കാര്യമാണ്. സ്മൈലിംഗ് അറ്റ് സമ്മൺ നിങ്ങളുടെ ഒരു സക്സസ് ആണ്. ഗോയിങ് ഫോർ എ ഷോർട്ട് വാക്ക്, നടക്കാൻ കഴിയുക, അതൊരു സക്സസ് ആണ്. അത് എഴുതിക്കുക. അപ്പൊ നമ്മൾ എൻറ്റയർലി ചേഞ്ച് ചെയ്യും നമ്മുടെ ആ ഒരു ഭാവം. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി, സക്സസ് എഴുതി, പിന്നെ എന്തൊക്കെ ആരും പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ ടേബിളിൽ എന്താണോ എഴുതാൻ പറ്റുന്നത് അത്ര എഴുതുക. എന്തുമാത്രം സക്സസ് എഴുതിയോ അത്രയും നല്ലതാണ്, അത്രയും മനോഹരമാണ്. ഓക്കെ ഓക്കെ. അടുത്തത് നോക്കിയേ. ഐ ആം സ്റ്റേറ്റ്മെന്റ്. ഇന്ന് പുതിയതായിട്ട് നമ്മൾ പഠിക്കുന്ന ഐ ആം. ഇതൊരു വളരെ പവർഫുൾ സാധനമാണ് കേട്ടോ. ഐ ആം ഹെൽത്തി ഇൻ ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എന്ന് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ എന്തെങ്കിലും നെഗറ്റീവ് ചിന്തകൾ ഉണ്ടെങ്കിൽ അതെല്ലാം അപ്രത്യക്ഷമാകും. ഐ ആം സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ മനസ്സിൽ തോന്നുന്ന എഴുതിക്കോ, അല്ലെങ്കിൽ സ്ക്രീനിലുള്ള ഏതെങ്കിലും ഇഷ്ടമുള്ള ഏതെങ്കിലും കാര്യങ്ങൾ എഴുതിക്കോ. ഐ ആം എന്താണ് എഴുതാൻ പറ്റുന്ന എഴുതിക്കോ. കാണാമല്ലോ എല്ലാവർക്കും അല്ലേ? എന്നെ കേൾക്കുന്നുണ്ടോ? കാണാമല്ലോ അല്ലേ? യെസ്, കാണാം സാറേ, കാണാം. കാണാം. എഴുതിക്കോ. ഐ ആം സ്റ്റേറ്റ്മെന്റ്. ഐ ആം ഫ്രീ ഫ്രം പെയിൻ ആൻഡ് ഫെറ്റീഗ്. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ എവരി പാർട്ട് ഓഫ് മൈ ബോഡി. എന്തെങ്കിലുമൊക്കെ വേദന ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഐ ആം ഗ്രേറ്റ്ഫുൾ എവരി പാർട്ട് ഓഫ് മൈ ബോഡി. ഇനി ഐ ആം എ ടെമ്പിൾ ഓഫ് ഡിവൈൻ ഹീലിംഗ്. ഉണ്ടോ? നമ്മൾ എന്ത് ആൾക്കാരാണ് നമ്മൾ. സക്സസ് എന്താ? നമ്മൾ ഐ ആം സ്റ്റേറ്റ്മെന്റ് ആണ്. ഐ ആം സ്ട്രോങ്ങർ എവരി ഡേ. ഇന്നലത്തെ ആളല്ല ഇന്ന് ഞാൻ. ഐ ആം പീസ് വിത്തിൻ മൈ ബോഡി. ഐ ആം ഹീൽഡ് ഹോൾ ആൻഡ് റിനൗണ്ട്. ഇതിൽ തോന്നുന്ന എന്തൊക്കെയാണോ നിങ്ങൾക്ക് എഴുതാവോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതിക്കോ. ഐ ആം സ്റ്റേറ്റ്മെന്റ് എഴുതി, സക്സസ് എഴുതി, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി. അപ്പൊ ഇനി നമുക്ക് സമയം കളയണ്ട. ഇത്ര എഴുതി കഴിയുമ്പോൾ ഇപ്പൊ വന്നിരുന്ന നിങ്ങളല്ല, അല്പം നിങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ സെഷൻ അഞ്ചാമത്തെ ദിവസമാണ്. നമുക്കിന്ന് കൂടുതൽ ദീർഘിക്കുന്നില്ല. ഇന്നത്തെ സെഷൻ എടുക്കുന്നതിനും ഒപ്പം നല്ലൊരു ഇന്ററാക്റ്റീവ് ചോദ്യങ്ങളെ ചോദിച്ച് മനോഹരമാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വെൽക്കം ഷബാസ് മാം ഫോർ ടുഡേയ്സ് 5th ഡേ സെഷൻ. ഷബാസ് മാം, ഫ്ലോർ ഈസ് ഫോർ യുവേഴ്സ്. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു അനിൽ സാർ. താങ്ക് യു വെരി മച്ച്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ആദ്യം ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമുക്ക് ഇന്ന് എല്ലാവർക്കും ഇവിടെ കൂടാനും
ഇപ്പൊ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാകുമ്പോൾ ഏറ്റവും ഫസ്റ്റ് വേണ്ടത് പ്രോപ്പർ നെറ്റ് ഉണ്ടാവുക എന്നത് തന്നെയാണ്. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. നമ്മൾ സർക്കിൾ ഓഫ് കൺട്രോൾ പഠിച്ചപ്പോൾ എന്താണത്? മൂന്നാമത്തേതിലാണ് അല്ലെ? നമുക്ക് യാതൊരു കൺട്രോളും ഇല്ലാത്തൊരു കാര്യമാണ് അത്. അതേക്കുറിച്ച് നമ്മൾ വറി ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ അത് നമുക്ക് പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം നമ്മളെ സഹായിക്കുന്നത്, നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾക്ക് നമുക്ക് പ്രോപ്പറായിട്ട് വരാൻ സഹായിക്കുന്നത് ദൈവം തന്നെയാണ്. അപ്പൊ ആ സർവേഷനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കാതെ നമുക്ക് ഈ ഒരു സമയത്ത് ഇവിടെ സ്വസ്ഥതയോടെ വന്നിരിക്കാൻ സാധിക്കുക എന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ്. അപ്പൊ അതിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്ന് നമ്മൾ ജേർണലിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ഇനി തൊട്ട് എല്ലാവർക്കും ക്ലാസ്, ഇനി നെക്സ്റ്റ് ക്ലാസ് ഏതായിരിക്കും എന്ന് നോക്കിയാൽ അറിയാവുന്നതേ ഉള്ളൂ അല്ലെ? എല്ലാവരുടെയും കയ്യിൽ ടെക്സ്റ്റ് ഒക്കെ എത്തിയല്ലോ? എല്ലാവർക്കും ടെക്സ്റ്റ് ആയി. ഫ്രൈഡേ നമ്മൾ വർക്ക്ഷീറ്റ് ചെയ്തായിരുന്നു. അപ്പൊ ഇൻ കേസ് അന്നത്തെ ദിവസം ക്ലാസ്സിൽ കുറെ വർക്ക്ഷീറ്റിന്റെ അന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നൊരു ഇത് പറഞ്ഞു. അപ്പൊ അറിയാത്തവർക്ക് അതിന്റെ നമ്മൾ റെക്കോർഡഡ് വേർഷൻ നൽകുന്നതാണ്. അന്ന് വർക്ക്ഷീറ്റ് മാത്രമാണ് ചെയ്തോളൂ. അപ്പൊ അതൊന്ന് നമ്മൾ ഒന്ന് നോക്കണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. സ്ലൈഡ് ക്ലിയർ അല്ലേ? എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കണം കേട്ടോ. നമ്മൾ ജേർണലിംഗ് ആയതുകൊണ്ട് ഫസ്റ്റ് ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ എന്താണ് ജേർണലിംഗ്? എഴുതുക. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നെ ഞാൻ എഴുതിക്കാം. എന്തിനാണ് നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നത്? എല്ലാവർക്കും ഓരോ സ്പെസിഫൈഡ് ആയിട്ടൊരു ആൻസർ ഉണ്ടാവും. ഇമോഷണൽ റീഅലൈൻമെന്റ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ്. പക്ഷെ അവർക്ക് മനസ്സിൽ അതിൻ്റെതായ അവരുടെ സ്പെസിഫിക് ആയിട്ട് ഒരു ആൻസർ ഉണ്ടാവും. ഇപ്പോ എന്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്, എനിക്ക് ട്രെയിനർ ആവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഓൾറെഡി എനിക്ക് കുറച്ച് ഇമോഷൻസ് ഉണ്ട് അതിനെ അലൈൻ ചെയ്യാനാണ്. അങ്ങനെ ഒരാളുടെ ആൻസർ ആയിരിക്കില്ല അല്ല, എല്ലാവരും ഡിഫറെന്റ് ആയിരിക്കില്ലേ? അല്ലാതെ ഇമോഷണൽ റീഅലൈൻമെന്റ് ERA പഠിക്കാൻ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ എന്തിനാണ് ERA എന്ന കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വന്നത്? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ. നിങ്ങളിപ്പോ 4 ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ ഒരു തമ്പ് കാണിച്ച്. ഇപ്പൊ ഇത്രയും വരെ പോയത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു തമ്പ്. താങ്ക് യു അനുമ. ബാക്കി എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവരും സ്ക്രോൾ ചെയ്യണം എല്ലാവരെയും കാണണമെങ്കിൽ. പിന്നെ ജയമാം ഓക്കെ അല്ലേ? ഇത്രയും ദിവസം ഓക്കെ മാം. ഓക്കെയാണ്. അപ്പോ നമ്മൾ 4 ദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ആ പറഞ്ഞപ്പോ പറഞ്ഞു ഇമോഷണൽ റീഅലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു സ്കില്ലാണ്, അത് അച്ചീവ് ചെയ്ത് വരുന്നതാണ്. ആ സ്കില്ല് ഇപ്പൊ കിട്ടിയ അത്രയും നമ്മുടെ ലൈഫിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാറുണ്ടോ? ഇല്ല? എന്നാ പിന്നെ ഇവിടെ വന്നിട്ട് കാര്യമില്ല കേട്ടോ. അപ്പൊ ഇല്ല എന്നാണോ ആൻസർ? ഇല്ല, പ്രോപ്പർ ആയിട്ട് എഴുതണം കേട്ടോ. ഒരിക്കലും ആണ് എന്ന് തന്നെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ആൻസർ ആണ് അല്ലെങ്കിൽ അല്ല അത് തന്നെ വേണം. അല്ലാത്തവർക്ക് അവരെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ അല്ല എന്നുള്ള ആൻസർ നമുക്ക് കിട്ടണം. വിമൽ സാർ അവിടെ ഇരുന്ന് 4 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. പക്ഷെ ഞാൻ അത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നാണ് എനിക്ക് സാറിന്റെ അങ്ങനെയല്ല. മനസ്സിലായത്. ഞാൻ ശ്രമിക്കുന്നൊക്കെയുണ്ട്. ശ്രമിക്കുന്നുണ്ടെന്ന് ഞാൻ, പക്ഷെ സാറ് പറഞ്ഞത് കേട്ടത് അങ്ങനെയാണ്. സോറി. അത് പിന്നീട് ക്ലിയർ ആക്കാൻ. ഓക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ സാറ് പറയുന്നത് കേട്ടത് അങ്ങനെയാ, ഇല്ല എന്നാ. ഓക്കെ. അപ്പൊ ഈ 4 ദിവസത്തെ ക്ലാസ് കേട്ടിട്ട് അത് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? നോ ഉള്ള ആരെങ്കിലും ഉണ്ടോ ഈ ഗ്രൂപ്പില്? നോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണേ. ഞാൻ ആരെയും ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് സുഗമമായിട്ട് ഫ്രണ്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇല്ല എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും യെസ് ആണ്. ഇനി നിങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്തപ്പോ, അതായത് പെട്ടെന്ന് ഒരു കാര്യം നമ്മൾ ഫസ്റ്റ് ദിവസം പഠിച്ചു, മൈൻഡ് ഓട്ടോ പൈലറ്റ് മോഡിലാണ്. നമ്മൾ ഓൾറെഡി ഒരു രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഒരിക്കലും ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞില്ല
ഫസ്റ്റ് പ്രാവശ്യം നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞേ, ഫസ്റ്റ് പ്രാവശ്യം നമ്മൾ ചിലപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുമ്പോൾ അത് സക്സസ് ആവണമെന്നില്ല. അപ്പോഴും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യുക, അത് അക്സെപ്റ്റ് ചെയ്യുക. ഞാൻ ചെയ്തു പക്ഷെ അത് വർക്കൗട്ട് ആയില്ല എന്ന് അക്സെപ്റ്റ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അത് വർക്കൗട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടെ എഴുതുക. എവിടെയാണ് നിങ്ങൾക്ക് വർക്കൗട്ട് ആവാൻ പറ്റാഞ്ഞത് എല്ലാവരോടും ഒന്ന് എഴുതണം. ജേർണലിംഗ് ആണ്, ജസ്റ്റ് പറഞ്ഞ പോരെ. ഇതെല്ലാം ഞാൻ ആദ്യം മുതൽ പറഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾ എഴുതണം. ഫസ്റ്റ് ചോദിച്ചത് എന്തിനാണ് കോഴ്സിന് വന്നത്. സെക്കൻഡ് 4 ക്ലാസ് കഴിഞ്ഞു. 4 ക്ലാസ്സിൽ ഇതിന്റെ എല്ലാത്തിന്റെ ആൻസേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. ഈ 4 ക്ലാസ് വന്നു, ആ ക്ലാസ്സിൽ കാര്യങ്ങൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചോ? അതിന് ആരും നോ പറഞ്ഞിട്ടില്ല, ശ്രമിച്ചു കഴിഞ്ഞപ്പോ അത് സക്സസ് ആയോ, സക്സസ് ആയില്ലേ? സക്സസ് ആയില്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് പാളിച്ച സംഭവിച്ചത്? ഒന്ന് എഴുതണം എല്ലാവരും. എഴുതാൻ പറഞ്ഞതിന്റെ റീസണും കാര്യങ്ങളും പയ്യെ ഈ ക്ലാസ്സിൽ വരും. ഫിനിഷ് ആയോ? ഫിനിഷ് ആയെങ്കിൽ ഒന്ന് തമ്പ് കാണിക്കുക. അല്ല, വീഡിയോ ഓൺ ചെയ്യാത്തവരുടെ തമ്പ് എനിക്ക് കാണാൻ പറ്റില്ല. നിങ്ങളൊരു എന്തെങ്കിലും ഓക്കെ. മേരിക്കുഞ്ഞു മാം, ദീപ മാം, ഷൈനി മാം, ഓക്കെ അല്ലേ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാലും മതി. ഓക്കെ അല്ലേ? ആൻസേഴ്സ് ഫിനിഷ് ആയല്ലോ? ഞാനിപ്പോ ഇത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചത് നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ആദ്യമേ പറഞ്ഞു, നമുക്ക് ഈ ഇമോഷണൽ റിയലൈൻമെന്റ് നമ്മളെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്താണ് മുന്നോട്ട് പോകേണ്ടത്. ഒരിക്കലും ജഡ്ജ്മെന്റിലേക്ക്, ഇപ്പൊ ഞാൻ ഇന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിച്ചത് ഇതിനായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒന്നിനെ കുറിച്ച് നമ്മൾ ജഡ്ജ്മെന്റിൽ പോവരുത്. നമ്മൾ ഒരിക്കലും ജഡ്ജ്മെന്റ് പാടില്ല. നമുക്ക് കറന്റ്ലി എങ്ങനെ പോകുന്നു അതിനെ എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ ആ ഒരു വേയിൽ തന്നെ വിടുക. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നോക്കിയിരുന്ന് അതിന് ആൻസർ മനസ്സിൽ ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്? മനസ്സിൽ ആലോചിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ എഴുതണം എന്ന്. അപ്പൊ ആ എഴുതുമ്പോൾ ഉള്ള കാരണം മനസ്സിൽ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് തോട്ട്സും ഒരുപാട് കാര്യങ്ങളും വരുന്നുണ്ടാവും. പക്ഷെ നമ്മൾ എഴുതാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്കത് വ്യക്തമായ ക്ലാരിറ്റിയോട് കൂടി വരുന്നത്. ഫീൽ ചെയ്തോ നിങ്ങൾക്ക്? ഞാൻ ചോദിച്ചതിന്റെ ആൻസർ എല്ലാം ചോദിച്ച വഴിയെ നിങ്ങൾക്ക് മനസ്സിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും ഇല്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ? എല്ലാവർക്കും മനസ്സിൽ കിട്ടി. പക്ഷെ എഴുതാൻ വന്നപ്പോ അതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി ഇല്ലേ വിമൽ സാറേ? കാരണം നമ്മൾ ആദ്യം ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിന് എല്ലാത്തിനും ആൻസർ ഉണ്ട്. ആ സൊല്യൂഷൻസ് ഒരുപാട് സൊല്യൂഷൻസ് ആയിരിക്കും. സൊല്യൂഷൻസോ ആ തിങ്കിങ്ങോ അതെല്ലാം ഒരുപാടെണ്ണം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. പക്ഷെ നമ്മൾ അത് എഴുതാൻ വരുമ്പോൾ നമുക്ക് വ്യക്തമായ ക്ലാരിറ്റിയോട് കൂടി അതെന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത്, ഈ എഴുതുന്നതിന്റെ പ്രാധാന്യം. കാരണം ഈ എഴുതുന്നതിന്റെ പ്രാധാന്യം ശരിക്കും പറഞ്ഞാൽ എഴുതിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് ഏറ്റവും നല്ലൊരു ടൂളാണ് എന്ത്? മെനി തോട്ട്സ് ആൻഡ് ഇമോഷൻസ് സ്റ്റേ ട്രാപ്ഡ് ഇൻ ദ മൈൻഡ്. നമുക്ക് ഒരുപാട് തോട്ട്സ് ഉണ്ട്, അതുപോലെ ഒരുപാട് ഇമോഷൻസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ ഓരോ നിമിഷവും കടന്നു പോകുന്നത്. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം നിറഞ്ഞ പല മൊമെന്റ്സ് ഉണ്ടാവും. പലരുടെ നിന്ന് നമുക്ക് കിട്ടിയത് നെഗറ്റീവായിട്ടുള്ള, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു രീതിയിലല്ല അവര് നമ്മളോട് പെരുമാറുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് വരാം? ദേഷ്യം, സങ്കടം ഒക്കെ തോന്നാം. അല്ല, ഇനി നമുക്ക് ചിലപ്പോൾ ഇന്നത്തെ ദിവസം എന്തെങ്കിലും വലിയ പ്രോബ്ലം സംഭവിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടാവാം. അങ്ങനെ പല കാരണങ്ങളും സംഭവിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ, ഇതിന്റെ തോട്ട്സും ഇമോഷൻസും നമ്മുടെ മൈൻഡിൽ ട്രാപ്പ് ചെയ്ത് കിടക്കുകയാണ്. ജേർണലിംഗ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഇത് റിലീസ് ചെയ്യാനും കറക്റ്റ് ക്ലാരിറ്റിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. നമുക്ക് ജേർണലിംഗ് എന്ന് ഞാൻ പറയുമ്പോൾ ഇപ്പൊ ഈ കൂട്ടത്തിൽ ജേർണലിംഗ് ചെയ്യുന്നവർ എത്ര പേരുണ്ട്?
ആരെങ്കിലും ജേർണലിംഗ് ചെയ്യാറുണ്ടോ? മീൻസ് പ്രശ്നങ്ങൾ എഴുതുന്ന അങ്ങനെയുള്ള ക്യാരക്ടറുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് മാഡം. ഇല്ല ഇല്ല. ഉണ്ട്. അപ്പോൾ ഉണ്ട്. ആരാണ്? ഞാന് എഴുതാറുണ്ട് മാഡം. സുലേഖ മാം ആണോ എഴുതാറുണ്ടെന്ന് പറഞ്ഞേ? ഓക്കെ, വെരി ഗുഡ് സുലേഖ മാം. അപ്പൊ സുലേഖ മാമിന് ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. പക്ഷെ ബാക്കിയുള്ളവർ ആലോചിച്ച് എന്താ എഴുതിയത് കൊണ്ട് അതിന്റെ പ്രയോജനം എന്താ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതി കഴിയുമ്പോഴാണ്, അല്ലാതെ ഞാനിപ്പോ ക്ലാസ് എടുത്ത് തരുമ്പോൾ എനിക്ക് ജേർണലിംഗ് എങ്ങനെ ചെയ്യാം അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാൻ പറ്റും. പക്ഷെ പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നു, നമ്മൾ ലൈഫിൽ കൊണ്ടുവരാറുണ്ടോ? ഞാൻ ഫസ്റ്റില് ചോദിച്ചതും അതാണ്, 4 ദിവസത്തെ ക്ലാസ്സിലെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്ന്. അതുപോലെ നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ കേട്ട് പോകുന്നുണ്ട്, സിമ്പിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും കേട്ട് പോകുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ബ്രെയിന്റെ കപ്പാസിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ റൈറ്റ് ഹാൻഡഡ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡോട് എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കുക. ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്, നമ്മുടെ ബ്രെയിന്റെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാന്ന് പറയും. നമ്മൾ ആരെങ്കിലും ചെയ്തു നോക്കാറുണ്ടോ? സിമ്പിൾ ടെക്നിക്സ് ആണ് ഇതൊക്കെ, എല്ലാവർക്കും അറിയാവുന്ന ടെക്നിക്സ് ആയിരിക്കും. പക്ഷെ നമ്മൾ എന്താ, ചെറിയ ചെറിയ സിമ്പിൾ കാര്യങ്ങളായിരിക്കും, പക്ഷെ നമ്മൾ അതിനെന്ത് ചെയ്യും, നല്ല രീതിയിൽ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതുപോലെ ജേർണലിംഗിന്റെ അതിന്റെ പവർ അറിയണമെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ജേർണലിംഗ് ചെയ്ത് ശീലിച്ചവർക്ക് അതിന്റെ പവർ അറിയാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും ഇഷ്യൂസിന് കൗൺസിലറെ കാണാൻ പോകുന്ന പറയുമല്ലോ, ഒരു കൗൺസിലറെ കാണുന്നത് 1 മിനിറ്റ്, ഹസ്ബൻഡ് താഴെ എത്തി. അപ്പൊ എവിടെയാന്ന് ചോദിച്ചതാണ്, അപ്പൊ ഞാൻ ക്ലാസ്സിലാണെന്ന് പറഞ്ഞതാണ്, സോറി. ഓക്കെ, അപ്പോ നമ്മൾ ജേർണലിംഗിന്റെ ആ എഫക്റ്റ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ 2 or 3 പ്രാവശ്യം ജേർണലിംഗ് എഴുതി നോക്കുമ്പോഴാണ്, ഓരോ പ്രാവശ്യവും അത് എഴുതുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മളൊരു കൗൺസിലറിന്റെ അടുത്ത് പോയി, കൗൺസിലറിന്റെ ഏറ്റവും നല്ല, അതായത് സൈക്കോളജിസ്റ്റ്, ആ സൈക്കോളജിസ്റ്റിന്റെ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി എന്താന്ന് പറയാൻ പറ്റും? ഒരു ക്വാളിറ്റി, ഏറ്റവും നല്ല ഒറ്റ ഒരു ക്വാളിറ്റി, ആ ഒരു ക്വാളിറ്റി മതി. വേറെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ വേറെ ഒന്നും വേണ്ട. നല്ല ലിസണർ ആയിരിക്കും. Yes, നല്ല ലിസണർ ആയിരിക്കും. നല്ല ലിസണർ ആയിരിക്കുക. അതായത് ഒരു നല്ല സൈക്കോളജിസ്റ്റിന്റെ ഗുഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ലിസണർ ആയിരിക്കുക. ഏറ്റവും നല്ല ലിസണർ ആണ് നമ്മുടെ നോട്ട്ബുക്ക്. നമ്മൾ എന്ത് പറയുന്നു അതെല്ലാം കേട്ട്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എപ്പോഴും നമ്മളുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നമുക്കേ കണ്ടെത്താൻ പറ്റുള്ളൂ. കാരണം ഫാമിലി മാറുന്നതും കൾച്ചർ മാറുന്നതിനനുസരിച്ച് അവിടെയുള്ള പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ എന്റെ ഫാമിലിയിൽ വർക്ക്ഔട്ട് ആവുന്ന ഒരു സൊല്യൂഷൻ തൊട്ടപ്പുറത്തെ ഫാമിലിയിൽ വർക്ക്ഔട്ട് ആവണമെന്നില്ല, അല്ലേ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, നിങ്ങളുടെ വീട്ടിലെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ആ രീതിയാണോ തൊട്ടടുത്ത വീട്ടില്? ഒരിക്കലും അല്ല. അപ്പൊ എന്റെ വീട്ടിലെ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് തൊട്ടടുത്ത വീട്ടില് വർക്ക്ഔട്ട് ആവോ? ഇല്ല, ഒരിക്കലും വർക്ക്ഔട്ട് ആവില്ല. പിന്നെ നമ്മളൊരു കൗൺസിലറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ കൗൺസിലർ നമുക്ക് കുറച്ച് സൊല്യൂഷൻസ് പറഞ്ഞു തന്ന അത് നമ്മൾ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കാണുന്നത്. അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയി ഇന്ന കൗൺസിലർ നല്ലതാണ്, പേര് കേട്ടതാന്ന് അറിഞ്ഞു അവിടെ പോയി ആ കൗൺസിലർക്ക് നമുക്ക് പ്രോപ്പർ സജഷൻസ് തരാൻ സാധിക്കുമോ? ഇല്ല. അവിടെ അവർ ചെയ്യുന്നത് എന്താ, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ പറയുമ്പോൾ വ്യക്തമായിട്ട് ക്ലാരിറ്റിയോട് കൂടി പറയുമ്പോൾ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാകുന്നു. നമ്മൾ തന്നെയാണ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത്, നമ്മളാണ് സൊല്യൂഷൻസ്. ആ കൗൺസിലറോട് ക്ലാരിറ്റിയോട് കൂടി ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോൾ, അതിന് തിരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ വ്യക്തത വരുത്തി കൊടുക്കുമ്പോൾ നമ്മുടെ മൈൻഡിന് ക്ലാരിറ്റി വരുവാണ്. ആ സെയിം കൗൺസിലറിന്റെ എഫക്റ്റ് നമുക്ക് കിട്ടും ഒരു ജേർണലിംഗ് കൂടെ. അവിടെയും നമ്മളാണ് കണ്ടെത്തുന്നത്, ക്ലാരിറ്റി വരുത്തുന്നത്. നമ്മുടെ ജേർണലിംഗ് ഹെൽപ്സ് ടു റിലീസ് ദം ആൻഡ് ക്രിയേറ്റ് ക്ലാരിറ്റി. അപ്പോ ഇപ്പോഴത്തെ കൗൺസിലേഴ്സിന്റെ റേറ്റ് ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ എന്താണ്, അല്ലേ? നല്ല റേറ്റാ. ഈ കഷ്ടപ്പെട്ട റേറ്റ് കൊടുത്ത ഒരു കൗൺസിലറിന്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ടെക്നിക്സ് അറിയാമെങ്കിൽ ജേർണലിംഗ് ടെക്നിക്സ് അറിയാം, നമുക്ക് ലൈഫിൽ എന്നും ഇംപ്ലിമെന്റ് ചെയ്യാം. ഒരിക്കലും ഇഷ്യൂസോ പ്രശ്നങ്ങളോ ഇല്ലാത്തൊരു ലൈഫ് ഇല്ല. ഒരു പ്രശ്നവും ഇല്ലാത്തൊരു ലൈഫ് ആണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾ ഗെയിം പഠിക്കുമ്പോൾ പ്രശ്നമില്ലാത്ത ലൈഫ് ആണെങ്കിൽ ആ ഗെയിമിനൊരു രസമുണ്ടോ? അതുപോലെയാണ് നമ്മുടെ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ തരണം ചെയ്യും. ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും, അല്ലേ?
അങ്ങനെയാണ് നമ്മൾ ഹാപ്പി ആയിട്ട് പോകുന്നത്. ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ എന്താ മൂകത അങ്ങനെ ഒരു ഇതായി പോകും. അപ്പോ ഈ ജേർണലിംഗ് നമ്മളെ നല്ല രീതിയിൽ നമ്മുടെ ഇമോഷൻസ് റിലീസ് ചെയ്യാനും നമുക്കൊരു മെന്റൽ ക്ലാരിറ്റി ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യും. വാട്ട് ഈസ് ജേർണലിംഗ്? റൈറ്റിംഗ് ഡൗൺ യുവർ ഇന്നർ വേൾഡ്. നിങ്ങളുടെ തോട്ട്സ്, ഇമോഷൻസ്, എക്സ്പീരിയൻസ്, റിഫ്ലക്ഷൻസ് എല്ലാം പേപ്പറിൽ എഴുതുന്നതിനെയാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങളാവാം, സന്തോഷങ്ങളാവാം, എല്ലാം. അപ്പൊ നിങ്ങൾ ഇന്ന് ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഞാൻ ഒരു ഹാബിറ്റ്, ജേർണലിംഗ് എന്നുള്ള ഒരു ഹാബിറ്റ് ലൈഫിൽ കൊണ്ടുവരും. അപ്പോഴാണ് നമുക്ക് എന്താണ്, ഇപ്പൊ ആദ്യം പറഞ്ഞില്ലേ, ഇത്രയും വലിയ പ്രശ്നങ്ങൾ വരുമ്പോ അല്ലെങ്കിൽ ഒരു സംഭവം വരുമ്പോ പോസ് ചെയ്യാൻ പറ്റുമോ? ഇന്നർ വേൾഡ്. പോസ് ചെയ്യാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. നമ്മൾ ജേർണലിംഗ് ഒക്കെ ശീലമുള്ള ഒരാൾക്കാണെങ്കിൽ അവിടെ പോസ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ ഓൾറെഡി ഉള്ള അൺഹീൽഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ ത്രൂ ജേർണലിംഗ് നമ്മൾ എന്താണ് ഹീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈം നിങ്ങളൊരു കാര്യം ഇപ്പൊ 4 ക്ലാസ് കഴിഞ്ഞു, ക്ലാസ്സിൽ പറഞ്ഞു ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യരുത്, റെസ്പോൺസ് ചെയ്യൂ എന്ന് പറഞ്ഞു. സക്സസ് ആവണമെന്നുണ്ടോ? സുലേഖ മാം സക്സസ് ആവണമെന്നുണ്ടോ? തിയറി പറയാൻ എളുപ്പമാണ്, പ്രാക്ടിക്കൽ ആവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ല സുലേഖ മാം? ഒരു വലിയ പ്രശ്നം വന്നു, എന്നിട്ട് അവിടെ ഞാനിപ്പോ പഠിക്കുന്നതാണ്, അവര് എന്റെ അടുത്ത് പറഞ്ഞ റിയാക്ട് ചെയ്യരുത്, റെസ്പോൺസ് ചെയ്യണം എന്നാ പറഞ്ഞത്. പക്ഷെ ആ സമയത്ത് ഒക്കെ ആലോചിക്കോ, കുറെയൊക്കെ സക്സസ് ആവും, മുഴുവനായിട്ട് ഒറ്റയടിക്ക് സക്സസ് ആവുന്നില്ല. മുഴുവനായിട്ട് ഒറ്റയടിക്ക് സക്സസ് ആവില്ല. പക്ഷെ ഇപ്പൊ നമ്മളൊരു ജേർണലിംഗ് ഒക്കെ എഴുതി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മള് നല്ല രീതിയിൽ സോൾവ് ചെയ്ത് നല്ല ഹീൽ ചെയ്ത് നമുക്ക് ആ ഒരു ഹാബിറ്റ് ഉള്ളപ്പോ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇമോഷൻസ് ഇല്ലാതാക്കാൻ പറ്റും. തീർച്ചയായിട്ടും എഴുതി വെക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് മാം. അപ്പൊ നമ്മുടെ തോട്ട്സും ഇമോഷൻസും എക്സ്പീരിയൻസും റിഫ്ലക്ഷൻസ് ഒക്കെ നമ്മൾ എഴുതുന്നതിനാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. എഴുതി വെക്കുന്ന എപ്പോഴും സീക്രട്ട് ആയിട്ട് വെച്ചേക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ എടുത്ത് വായിച്ച് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകും. ഇല്ല ഇല്ല താര മാം, സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് മൊമെന്റ് അത് കീറിക്കളഞ്ഞോ. ഓക്കെ, നെക്സ്റ്റ് മൊമെന്റ് നിങ്ങൾ കീറിക്കളഞ്ഞോ. അല്ലാതെ ഞാൻ സൂക്ഷിച്ച് ഇനി അത് എടുത്ത് വെച്ചിട്ട് അതുവഴി നമ്മളെ ബാക്ക് പെയിനിങ് വേണ്ട. ഇല്ല, അത് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഹാപ്പി ആണെങ്കിൽ അത് സൂക്ഷിച്ചു വെച്ചോ. ഇനി നമുക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തതാണെങ്കിൽ അതിനെ ഇങ്ങനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യണം. ഇപ്പോ ഒരു നെഗറ്റീവ് ഇവന്റ് ആണെങ്കിൽ അതിനെ നമുക്ക് ചെയ്യാം, കത്തിച്ചു കളയാം. ഇമാജിനറി ആയിട്ട് നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞ ഇമാജിനേഷനെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് കുറച്ചുകൂടെ പഠിക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് മൈൻഡ് ഇമാജിനേഷനുമായിട്ടുള്ള അത് ഞാൻ പറഞ്ഞതിന് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. എന്റെ കസിൻ ബ്രദർ, അദ്ദേഹം ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തെ പറ്റി നമുക്ക് ഭയങ്കര ഒരു നല്ല ഇമേജ് ആണ്. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു റോയി, അയാള് സൂയിസൈഡ് ചെയ്തു. അയാൾ എന്തായിരുന്നു എന്നുള്ളത് സത്യത്തെ ആർക്കും അറിയത്തില്ലായിരുന്നു, അയാളുടെ പുറമെയുള്ള വ്യക്തിത്വം. അതുപോലെ ബ്രദറിനെയും ശരിക്കും അയാളുടെ മനസ്സിൽ എന്തൊക്കെ ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ഡയറി വായിക്കുമ്പോഴത്തേക്കും ഇദ്ദേഹം പെട്ടെന്ന് 33-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി, പെട്ടെന്ന് ആക്സിഡന്റില്. ആ എഴുതി വെച്ച ഇത് വളരെ അയാള് കംഫർട്ടബിൾ ആയിട്ട് അയാളുടെ വീട്ടിൽ സൂക്ഷിക്കുന്ന സാധനമാണ്. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രതീക്ഷിച്ചില്ലല്ലോ അതെല്ലാം അതിനകത്ത് എല്ലാവർക്കും വായിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയും പണ്ട് ഡയറി എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ വെച്ചേ ഞാനതങ്ങ് നിർത്തിവെച്ച്. കാര്യം ദുഃഖങ്ങൾ നമ്മുടെ മനസ്സിൽ ഇരുന്നോട്ടെ. ഇത് പക്ഷെ അന്നും നമുക്ക് അറിയത്തില്ല ഈ ദുഃഖങ്ങള് കുറച്ച് കുറയാനൊക്കെ വേണ്ടി നമ്മൾ അതെല്ലാം കൃത്യമായിട്ട് എഴുതുന്നൊരു ശീലം ഉണ്ടായിരുന്നു പണ്ട്. പിന്നീട് നമ്മൾ തുടർന്നില്ല. ഓക്കെ. പക്ഷെ ഈ ജേർണലിംഗ് അത് നല്ല എഫക്റ്റീവ് മാർഗമാണ്. അത് എഴുതി കഴിയുമ്പോൾ അതങ്ങ് ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞാൽ മതി. നമുക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും, ഇപ്പം തരമം തന്നെ പറഞ്ഞല്ലോ, അത് വളരെ എഫക്റ്റീവ് ആണെന്ന്. അപ്പൊ നമ്മളത് പ്രോപ്പർ ആയിട്ട് എഴുതി കഴിയുമ്പോൾ നമ്മുടെ ഇമോഷൻസ് ഓക്കെ സെറ്റായി. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? നമുക്ക് അതെന്ത് ചെയ്യാം, ഇമാജിനറി ഇപ്പൊ നമുക്ക് ഒട്ടും അത് താല്പര്യമില്ലെങ്കിൽ, അപ്പൊ ദേഷ്യമാണെങ്കിൽ ആ ദേഷ്യം എത്രത്തോളം നമുക്ക് തീർക്കാം. നമ്മളല്ലേ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഇമോഷൻസിനെ റിലീസ് ചെയ്യാനുള്ള മാർഗങ്ങൾ ഒന്നല്ലെങ്കിൽ പുഷിങ്, അല്ലെങ്കിൽ ബീറ്റിംഗ്, അല്ലെങ്കിൽ ടിയറിങ്. അപ്പൊ നമ്മൾ ആ കീറുമ്പോ ആ സംഭവത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ കീറുമ്പോ, ആ എഴുതിയ പേപ്പർ കീറുമ്പോ അവിടെയും നമ്മുടെ ഇമോഷൻസ് റിലീസായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്
അനദർ എഫക്റ്റീവ് മെത്തേഡാണ്. നമ്മൾ ജേർണലിംഗ് കഴിഞ്ഞ ശേഷം നമുക്കത് കത്തിച്ച് കളയാം, അല്ലെങ്കിൽ അത് കീറി കളയാം. എന്താണോ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ സേഫായിട്ട് എടുത്തു വെക്കും. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമുക്കത് നശിപ്പിച്ച് കളയാം. പക്ഷെ എഴുതി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്ലാരിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഹീലിംഗ് അത് വളരെ എഫക്റ്റീവ് ആണ്. നമ്മൾ എഴുതുന്നത് ഒരിക്കലും പെർഫെക്റ്റ് ഗ്രാമർ, ഹാൻഡ് റൈറ്റിംഗ് വേണ്ട. ഈ പറഞ്ഞ പോലെ ഡയറി എഴുതും പോലെ എന്നും എഴുതണം എന്നൊന്നും ഇല്ല. ഇപ്പൊ നമുക്കൊരു ഇമോഷണൽ ക്ലാരിറ്റി വേണം, ആ ഒരു സമയത്താണ്. നമുക്ക് ദേഷ്യമാണെങ്കിൽ നമുക്ക് കുത്തി വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് അപ്പൊ അവിടെ കാണിക്കാൻ തോന്നുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം. അതായത് നമ്മുടെ ഇമോഷൻസിനെ റിലീസ് ചെയ്യാൻ നമുക്കറിയായിരിക്കും അതിലെന്താ നമ്മൾ എഴുതാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ എഴുതി വരുമ്പോൾ അത് മറ്റൊരാൾക്ക് എടുത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഒന്നും മനസ്സിലാവില്ല. കാരണം ദേഷ്യം വന്ന സമയത്ത് നമ്മൾ പറയുന്ന വാക്ക്, ആ ഓർഡറും കാര്യങ്ങളും, ദേഷ്യം അല്ലെങ്കിൽ സങ്കടം എന്തോ ആവട്ടെ, എക്സൈറ്റ്മെന്റ് വരുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ പറയുന്നത് ചിലപ്പോ എന്താണ്, ഗ്രാമറോ കാര്യങ്ങളോ ഒന്നും അതിൽ വരുന്നില്ല. നമുക്ക് എന്തപ്പോ മനസ്സിൽ തോന്നുന്നോ അത് അങ്ങനെ തന്നെ എഴുതുക. നീറ്റ് ആയിരിക്കണം എന്നില്ല, ഗ്രാമർ നോക്കണം എന്നില്ല. ഒരു കാര്യം എഴുതി അതിന്റെ ഇടയിൽ ഏറ്റവും അവസാനത്തെ എഴുതി, അത് കഴിഞ്ഞ് അതിന്റെ മുകളിലത്തെ എഴുതി, നമ്മുടെ മനസ്സിൽ അപ്പൊ തോന്നുന്ന തോട്ട്സ് എല്ലാം നമുക്ക് അതിലേക്ക് എഴുതാം. അതിന് ഇതിന്റെ ഒന്നും അത് നമ്മൾ എന്താണ് ഹോണസ്റ്റി ആയിട്ടായിരിക്കണം നമ്മൾ അതിൽ നമ്മുടെ മൈൻഡ് എക്സ്പ്രസ് ചെയ്യുക. അത് നമ്മുടെ ഇമോഷൻസിൽ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ നുണ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വേറൊരു ഗിൽറ്റ് ഫീലിംഗ്, ഞാൻ എഴുതിയത് നുണയാണെന്നുള്ള ആ ഒരു തോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രയോജനം. നമുക്ക് എന്താണോ തോന്നുന്നത്, മനസ്സിലുള്ള റിയാലിറ്റി അതിലേക്ക് എഴുതുക. ഞാൻ ഇന്ന് ചെയ്തത് ഇന്ന കാര്യം ശരിയായില്ല, അപ്പൊ അത് അങ്ങനെ ആ സമയത്തെ ഇമോഷൻ കാരണം ഞാൻ അത് ചെയ്തു, അപ്പൊ എനിക്കതൊരു പ്രശ്നമായിട്ട് വന്നു, എനിക്കിപ്പോ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അതിൽ എനിക്ക് സങ്കടമുണ്ട്. ആ സങ്കടങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ അതിൽ എഴുതുക. അപ്പൊ നമ്മളൊരു കാര്യം അതിൽ കൺവേ ചെയ്യുമ്പോൾ നമുക്കൊരു കൗൺസിലറിന്റെ അടുത്ത് നമ്മൾ കാര്യം ക്ലാരിറ്റിയോട് കൂടി പറയുന്ന അതേ ഫീലാണ് നമുക്ക് വരുന്നത്. നമ്മൾ തന്നെ അതിനുള്ള സൊല്യൂഷൻസും നമ്മുടെ മൈൻഡ് തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടെത്തുന്നു. അപ്പോൾ ഏറ്റവും നല്ല ഒരു മെത്തേഡാണ്, നമ്മുടെ ഇമോഷൻസ് റിലീസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല മെത്തേഡാണ് ജേർണലിംഗ്. അതെന്താണ്, പെർഫെക്റ്റ് ആയിരിക്കണം, ഗ്രാമർ ആയിരിക്കണം ഒന്നുമില്ല. അത് എന്താണ്, ഡെയിലി എഴുതണമെന്നൊന്നുമില്ല, ഡെയിലിയും നമുക്ക് എഴുതാം. നമുക്കൊരു അന്നന്നത്തെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാനും സെൽഫ് അവയർനെസ്സിനും വേണമെങ്കിൽ ജേർണലിംഗ് ഡെയിലി ചെയ്യാം. ഇനി നമുക്ക് ഇന്റൻഷ്യലി നമുക്ക് ആവശ്യമുള്ള സമയത്ത്, ഇമോഷണൽ റെഗുലേഷൻ വേണ്ട സമയത്ത്, അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് ഒക്കെ പോലെ മോർണിംഗിലും ഈവനിങ്ങിലും ഒക്കെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ചെയ്യാം. പിന്നെ ഒരുപാട് നേരം എഴുതണമെന്നില്ല, 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ്. ജേർണലിംഗ് നമുക്ക് ഫോണിലും ചെയ്യാം. ഫോണില് എന്താണ്, നമുക്കിപ്പോ ഏറ്റവും ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ കേൾക്കാനോ പറയാനോ ഒന്നും ആരില്ല എന്ന്. അതായത് ഈ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള, പിന്നെ നമ്മൾ മറ്റൊരാളുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യാം, ജഡ്ജ് ചെയ്യാം, ഇല്ലേ? മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞാൽ അവർ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും, നീ എന്തിനാ അത് ചെയ്യുന്നത്, അല്ലെ? അങ്ങനെ ആയിരിക്കും സംഭവിക്കുന്നത്. പക്ഷെ നമ്മള് വാട്സപ്പ് എടുത്തിട്ട് നമുക്ക് സെൽഫായിട്ട് നമ്മുടെ തന്നെ ഇതിലേക്ക് ചെയ്തിടാം. അപ്പൊ ഒരാൾ കേട്ടു, നമുക്ക് എഴുതാം. അതിലിങ്ങനെ എഴുതിയിടുമ്പോ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, നമ്മള് വേറെ വെളിയിലാണെങ്കിൽ ഇപ്പൊ മിക്കവരും എല്ലാവരുടെയും കയ്യിൽ ഫോൺ ഫുൾ ടൈം ഉണ്ടാവും. ജസ്റ്റ് എടുത്തു നമ്മൾ എഴുതുമ്പോ നമുക്ക് ആ ഒരു കറണ്ട് പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ആവുകയാണ് ചെയ്യുന്നത്. പ്രശ്നം മാത്രമല്ല മാം, പിന്നീട് എപ്പോഴെങ്കിലും നമ്മളിപ്പോ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് കുറെ പാഠങ്ങൾ പഠിക്കാനും പറ്റും. പിന്നെ ഒന്ന് മറിച്ച് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ എനിക്ക് അന്ന് ഇങ്ങനെ വന്നത്, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും വേണ്ടാത്ത കാര്യം. സുലേഖ മാം ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കൗൺസിലറിന്റെ അടുത്തൊരു അർജുൻ എന്ന് പറഞ്ഞ ഒരാള് ഇതുപോലെ ലൈഫിൽ എന്ത് ചെയ്താലും പ്രശ്നങ്ങളാണ്, അയാൾക്ക് തലയിൽ ഒരുപാട് തോട്ട്സ് ഒക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആള്. കാരണം ലൈഫിൽ മുന്നോട്ട് പോകാൻ ഒരു ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷൻ സ്റ്റേജ് എന്ന് പറയും പോലെ, ഡിപ്രഷൻ അല്ല, ആൾക്ക് തലക്കരം എന്ന് പറയില്ലേ, എന്തൊക്കെയോ ഒന്നും ചെയ്യുന്നത് ലൈഫിൽ സക്സസ് ആവുന്നില്ല, ഇനി എന്താ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ഇതും ഇല്ലാത്ത രീതിയിലായിരുന്നു ആള് വന്നത്. അപ്പൊ അർജുനോട് കൗൺസിലർ പറഞ്ഞു, നീ എനിക്ക് വൈകുന്നേരം രാത്രി കിടക്കാറാകുമ്പോ ഭയങ്കര തലവേദനയാണ്, എന്താ ഞാൻ ചെയ്യേണ്ടത്, എനിക്ക് പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടണില്ല, എന്താ ഞാൻ ചെയ്യേണ്ടത്, ഞാൻ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ ആ കൗൺസിലർ മെഡിസിൻ പ്രതീക്ഷിച്ചാണ് വരുന്നത്. പക്ഷെ കൗൺസിലർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഒരു നോട്ട്ബുക്ക് എടുക്കുക,
ഒരാഴ്ച എന്തൊക്കെയാണോ, എന്തിനാണെന്നൊന്നും പറഞ്ഞില്ല, എന്തൊക്കെയാണോ ഈവനിങ്ങില് മനസ്സിൽ വരുന്ന ചിന്തകള് അതൊന്ന് എഴുതി കൊണ്ടുപോവാ. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ താങ്കൾക്ക് എന്താ പ്രശ്നം എന്ന്. അതിനുശേഷം ഞാൻ മെഡിസിൻ തരാമെന്ന് പറഞ്ഞു. അപ്പോ കൗൺസിലർ പറഞ്ഞ ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ പ്രശ്നം പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എല്ലാ ദിവസവും രാത്രി ഭയങ്കര ടെൻഷനാണ്, ഓവർ തിങ്കിങ് ആണെന്നല്ലേ പറഞ്ഞത്, എന്തിനെ കുറിച്ച് തിങ്ക് ചെയ്യണമെന്നൊക്കെ അറിഞ്ഞാലല്ലേ എനിക്ക് പൂർണ്ണമായിട്ട് ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ പറയാൻ കിട്ടുന്നില്ലല്ലോ, എന്നാ വീട്ടിൽ പോയിന്ന് ഇങ്ങനെ ഒരാഴ്ച ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ഫസ്റ്റ് ദിവസം ആളെ എഴുതാൻ നോക്കി, പെണ്ണേ 1-2 സെന്റൻസ് എഴുതാൻ സാധിച്ചോളൂ. പിറ്റേ ദിവസം, കാരണം ആളുടെ അസുഖം മാറ്റുക എന്നത് ആളുടെ തന്നെ ഒരു അസുഖമല്ല, ആ ഒരു ബുദ്ധിമുട്ട് മാറ്റുക എന്നത് ആളുടെ തന്നെ ഒരു വലിയ അംബീഷൻ ആയതുകൊണ്ട് പിറ്റേ ദിവസം ആലോചിച്ച് ഒരു 15 മിനിറ്റോളം ഒക്കെ എഴുതി. പിന്നെ പിറ്റേ ദിവസം ആയപ്പോ രാവിലെ സംഭവിച്ചത്, ഇത് എപ്പോഴാണ് ദേഷ്യം വന്നത്, ഇങ്ങനെയുള്ള ആ എല്ലാ കാര്യങ്ങളും എഴുതി. ഓരോ ദിവസം കൂടുമ്പോ ക്ലാരിറ്റി കൂടി കൂടി വന്നു. 4-മത്തെ ദിവസം നോക്കിയപ്പോ ഇപ്പൊ പറയുന്നത് ആൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടെന്നാ. 2-മത്തെ ദിവസം എഴുതിയ പ്രശ്നം തന്നെയാണ് 3-മത്തെ ദിവസത്തിലും വരുന്നത്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നു, പ്രശ്നങ്ങൾ റിപ്പീറ്റ് ചെയ്ത്. അപ്പൊ കാരണം ഡോക്ടർ അല്ലെങ്കിൽ കൗൺസിലറിനെ കാണിക്കാനാണല്ലോ ഇത് എഴുതി വെക്കുന്ന ആള് കക്ഷി. അപ്പോ ഈ എഴുതിയ കാര്യം റിപ്പീറ്റ് ചെയ്ത് വന്നാൽ ഇനി നമുക്ക് അങ്ങനെയല്ലോ, ഒരാളൊരു കാര്യം പറഞ്ഞു വിട്ടാൽ ഞാൻ എന്നെ ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ള ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ ഇത് തന്നെയല്ലേ എന്നുള്ളൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ കറക്റ്റ് ക്ലാരിറ്റിയോട് കൂടി കാര്യങ്ങൾ എഴുതാന്ന് തീരുമാനമായി. അങ്ങനെ പിറ്റേ ദിവസം കുറച്ചും കൂടെ ക്ലാരിറ്റിയോട് കൂടി എഴുതി. അപ്പോ ഈ ബുക്കുമായിട്ട് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കൗൺസിലറിന്റെ അടുത്ത് ചെന്നു, കുറച്ച് വായിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നമൊക്കെ എനിക്ക് ഇതിൽ വായിച്ചിട്ട് മനസ്സിലായി, ഒരാഴ്ചത്തെ ഇൻസിഡൻസ് അല്ലേ ഉള്ളൂ, ഇപ്പൊ ഞാൻ എത്ര ഡോസിൽ മരുന്ന് തന്നെന്നുള്ള കാര്യമൊന്നും എനിക്ക് വ്യക്തമാകുന്നില്ല. കാര്യം എന്താന്ന് ക്ലിക്ക് ആയിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഡോസേജ് എത്രയാന്ന് എനിക്ക് ക്ലിക്ക് ആവുന്നില്ല. അപ്പോ ഈ മെഡിസിൻസ് ഒക്കെ ഇനി അനാവശ്യമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിന് കേടാണ്. അപ്പൊ ഒരു മാസം ഒന്നുകൂടെ വ്യക്തമായിട്ട് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു വിടുവാണ്. അപ്പോ ഈ വ്യക്തത കിട്ടാൻ വേണ്ടി പുള്ളി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം ഒരു മാസം എഴുതി. ഒരു മാസം എഴുതി കഴിഞ്ഞപ്പോ ഇയാൾക്ക് തന്നെ മനസ്സിലാവുകയാണ്. പിന്നീട് വരുമ്പോ ക്ലാരിറ്റി വരുവാണ്. ഓരോ കാര്യങ്ങളും മുകളിൽ പറഞ്ഞത് പിന്നെ താഴെ എഴുതാൻ പാടില്ലല്ലോ, ഭയങ്കര പെർഫെക്ഷനോട് കൂടിയാണ് ആൾ എഴുതുന്നത്. പിന്നീട് എഴുതാനില്ലാതെയും ഈ ഒരു കാര്യം എഴുതി കഴിയുമ്പോ ആൾക്ക് തന്നെ ആ മൈൻഡില് ഫസ്റ്റ് ദിവസം പോയി പറഞ്ഞ എന്റെ തലയിൽ എന്തൊക്കെയോ സംഭവങ്ങൾ, എനിക്ക് തലവേദന, ഈ തലവേദന എല്ലാം മാറി ആൾ ഓക്കെ ആയി. അപ്പോ ഒരു മാസം കഴിഞ്ഞിട്ട് തിരിച്ച് കൗൺസിലറിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു മാസം എഴുതി, ഈ എഴുതി കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു, ഞാൻ ചിന്തിച്ചത് തന്നെ ചിന്തിച്ച് കൂട്ടി പ്രശ്നങ്ങളായിരുന്നു, എന്റെ മനസ്സിനല്ലായിരുന്നു, എന്റെ ചിന്തകൾക്കായിരുന്നു പ്രശ്നം, എനിക്കല്ലായിരുന്നു പ്രശ്നം. ആ എഴുത്തിലൂടെ എനിക്കിത് ക്ലാരിറ്റി കിട്ടി. ഇനി എനിക്ക് മെഡിസിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം ആദ്യത്തിൽ തലവേദനയും ബുദ്ധിമുട്ടും വളരെ പ്രശ്നങ്ങൾ കൊണ്ടാണ്, എന്തെങ്കിലും നമ്മളങ്ങനെയാലോ, ബുദ്ധിമുട്ട് വരുമ്പോ എന്തെങ്കിലും മെഡിസിൻ കഴിച്ചാൽ ഞാൻ ഓക്കെ ആവുമായിരിക്കും എന്നുള്ളൊരു തോട്ട് ഉണ്ടല്ലോ, ആ മെഡിസിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതി തുടങ്ങിയത്. പിന്നീട് ആള് മെഡിസിന്റെ ആവശ്യമൊന്നുമില്ലാതെ ആള് തന്നെ ഡോക്ടറോട് ഒരു മാസം കഴിഞ്ഞപ്പോ പോയി പറഞ്ഞു, മെഡിസിൻ ഒന്നും വേണ്ട, എനിക്ക് തന്നെ എന്റെ മെന്റൽ ക്ലാരിറ്റി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ സുലേഖ മാം പറഞ്ഞപ്പോ എനിക്ക് ഈ ഒരു കാര്യമാണ്, ഈ അർജുന്റെ ഒരു കാര്യമാണ് ഓർമ്മ വന്നത്. നമുക്ക് ജേർണലിംഗ് എഴുതി കഴിയുമ്പോൾ വളരെ ക്ലാരിറ്റി നമ്മുടെ ലൈഫിൽ ഉണ്ടാവുകയാണ്. അതായത് നമ്മൾ ഹോണസ്റ്റ് ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, നമ്മുടെ ഇമോഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും മെന്റൽ ക്ലാരിറ്റി കിട്ടാനും നമ്മുടെ മൈൻഡിന്റെ ഈ ഒരു എന്തെങ്കിലും ഒരു പ്രോബ്ലം മനസ്സിൽ വന്നാൽ അത് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ കാര്യങ്ങൾ മനസ്സിലാക്കാനും വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനും നമുക്ക് ജേർണലിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Why humans need emotional expressions? അതായത് എന്തിനാണ് നമ്മളെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യേണ്ടത്? അതായത് നമുക്ക് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗമാണ് ജേർണലിംഗ്, അല്ലെ? നമുക്ക് എല്ലാവരോടും നമ്മുടെ ഇമോഷൻസ് ഇപ്പൊ കട്ട കലിപ്പുണ്ടാവും, ഇല്ലേ? നമ്മുടെ ഹെഡിനോട് കട്ട കലിപ്പുണ്ടാവും, പോയി 4 ചീത്ത പറയണമെന്ന് ആഗ്രഹമുണ്ട്. സാധിക്കും അനു മാം, ജയ മാം, മാനേജറെ പോയി ചീത്ത പറയാൻ പറ്റുമോ? ജോലി തെറിച്ചു എന്ന് പറഞ്ഞാ പോരെ? ആണ്.
നമുക്ക് നടക്കൂല. പക്ഷെ ആ ചീത്തവിളി നമുക്കൊരു പേപ്പറിൽ ചീത്ത വിളിക്കാം ഇല്ലേ? ആ പേപ്പറിൽ നമുക്ക് ചീത്ത വിളിക്കുമ്പോ നമ്മള് എന്താണ് മാനേജറിനെ ഞാൻ ചീത്ത വിളിക്കാനുള്ള കാരണം, അദ്ദേഹത്തിന് എന്ത് പെരുമാറ്റമാണോ നമുക്ക് പ്രശ്നമായത്, എന്താണോ നമ്മളെ സ്ട്രെസ് ആക്കിയത്, അതെങ്ങനെ റിസോൾവ് ചെയ്യാം, ഈ കാര്യങ്ങൾ നമ്മൾ അതിൽ എഴുതി നമ്മൾ 2 ചീത്തവിളിയൊക്കെ വിളിച്ചു കഴിയുമ്പോ നമ്മുടെ ഇമോഷൻസ്, നമ്മൾ ആ തലയിലുള്ള ഇമോഷൻസ് നമ്മൾ പേപ്പറിലേക്ക് മൂവ് ചെയ്ത് വിടുകയാണ്. അത് പോയി. നേരിട്ട് വിളിച്ച ഒരു റിലാക്സേഷൻ ആണ്. നമ്മൾ വിളിച്ചോ സത്യത്തില്? അല്ല, നമ്മൾ ഈ ഇമോഷൻസ് എല്ലാം നമ്മുടെ ഉള്ളിലിട്ട് അത് അക്യുമുലേറ്റ് ചെയ്ത് കംപ്രസ് ചെയ്യുമ്പോൾ പിറ്റേ ദിവസം ചെല്ലുമ്പോഴും നമുക്ക് ഓൾറെഡി ആ ഒരു സംഭവത്തോട് നമ്മുടെ മനസ്സിൽ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. പിന്നെയും കൂടി കൂടി വരുമ്പോ എന്താണ്, അത് നമുക്ക് താങ്ങാൻ പറ്റാത്ത പെയിനായി പോകും. അതായത് നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷൻസ് മൂവ് ആയി അത് റിസോൾവ് ചെയ്ത് പൊക്കോളും. പക്ഷെ പലപ്പോഴും പല സ്ഥലങ്ങളിലും നമുക്ക് നമ്മുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ പറ്റില്ല. അല്ലേ? എല്ലായിടത്തും പ്രകടിപ്പിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. പക്ഷെ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം നമ്മുടെ ജേർണലിംഗ് ആണ്. അവിടെ നമുക്ക് പൂർണ്ണമായിട്ട് ഇമോഷൻസ് പ്രകടിപ്പിക്കാം. ഞാൻ പറഞ്ഞില്ലേ, താരമാം ചോദിച്ചു ഇത് സേവ് ചെയ്യണോ? വേണ്ട. നമ്മുടെ ഇമോഷൻസിൽ ആണെങ്കിൽ ആ ദേഷ്യം തീരുന്നത് വരെ ആ എഴുതി കഴിഞ്ഞാൽ പേപ്പർ കീറുമ്പോ നമുക്ക് ആ എനർജി നമ്മുടെ റിലീസ് ആയി പോകുമ്പോ നമുക്ക് ആ ഇമോഷൻസ് പയ്യെ കാമായിട്ട് മാറും. ഒന്ന് ചെയ്തു നോക്ക്. വെറുതെ നമ്മളിങ്ങനെ കേൾക്കുമ്പോ നമുക്ക് അത് എന്ത് ചെയ്യില്ല, ഫീൽ ചെയ്യാൻ പറ്റില്ല. അതായത് ജേർണലിങ്ങിലൂടെ അതുപോലെ തന്നെ ഷെയറിങ്ങിലും കൂടെ നമുക്ക് അങ്ങനെ നേടിയെടുക്കാൻ പറ്റത്തില്ലയോ മനസ്സ്? ഷെയറിങ്ങും പറ്റും. നമ്മൾ കൗൺസിലറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഷെയറിങ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുന്നതും ഷെയറിങ്. ഞാൻ പറഞ്ഞല്ലോ, വാട്സപ്പിൽ മറ്റുള്ളവർക്ക് മെസ്സേജ് ആയിട്ട് ഇടുന്നത് എല്ലാം ഷെയറിങ് ആണ്. നമുക്ക് അവിടെ മെന്റൽ ക്ലാരിറ്റി ആണ് വരുന്നത്. അപ്പൊ അതിനേക്കാൾ ഏറ്റവും നല്ലൊരു ഇതാണ് ജേർണലിംഗ്. ഷെയറിങ്ങും ഇതുപോലെ തന്നെ സാധിക്കും. അൺസ്പോക്കൺ വറീസ് ആൻഡ് തോട്ട്സ് ക്രിയേറ്റ് മെന്റൽ പ്രഷർ. നമ്മൾ പറയാത്ത നമ്മുടെ തോട്ട്സും കാര്യങ്ങളും നമുക്ക് വളരെ പ്രഷർ തരുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ ഫാമിലിയിലാവട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ, ഞാൻ പറഞ്ഞു ഇഷ്യൂസ് ഇല്ലാത്ത ലൈഫ് ഇല്ല. ഈ ഇഷ്യൂസ് വരും. മനുഷ്യരാകുമ്പോൾ ഇഷ്യൂസും പ്രോബ്ലംസും ഒക്കെ ഉണ്ടാവും ലൈഫിൽ. ആ ലൈഫിൽ വരുന്ന പ്രോബ്ലംസ് നമ്മൾ അതിനെ സപ്രസ് ചെയ്യുകയല്ല വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക, എഴുതി അതിനെ റിലീസ് ചെയ്ത് അതിന് ക്ലാരിറ്റി വരുത്തി. എന്തുകൊണ്ടാണ് നമുക്ക് ഇപ്പോ ഈ ഒരു വറി വന്നത്, അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ? നമ്മൾ 3 പഠിച്ചായിരുന്നു. ആ രീതിയിൽ നമ്മൾ അത് വ്യക്തമായിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും. അത് പോകുകയും ചെയ്യും. ശരിക്കും നമ്മളൊരു പ്രഷർ കുക്കർ, അതിന്റെ ഉള്ളിലെ ഗ്യാസ് പോയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? വേണമെങ്കിൽ ഒരു ബിൽഡിംഗ് തന്നെ പൊളിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ആവും. അല്ലേ? അതുപോലെ നമ്മുടെ ഉള്ളില് ഇങ്ങനെ നമ്മുടെ വറീസും ടെൻഷൻസും എല്ലാം ഇങ്ങനെ കയറ്റി വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് ചിലർ പറയില്ലേ, ഞാൻ കുറെ നാള് സഹിച്ചു പിടിച്ചിരുന്നതോ, ഇന്ന് ഞാൻ അങ്ങ് പൊട്ടി. അല്ലേ? ആ ഒരു നിമിഷം കൊണ്ട് പല റിലേഷൻസും ബാക്കിയുള്ളതെല്ലാം നമ്മൾ നശിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ ഈ ജേർണലിംഗ്, നമ്മുടെ പ്രഷർ കുക്കറിന് മറ്റേ മുകളിലെ വാൽവില്ലേ, പയ്യെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല. അതുപോലെ ജേർണലിംഗ് അതൊരു വാൽവാണ്. നമ്മുടെ ഉള്ളിലെ പ്രഷർ പയ്യെ പുറത്തേക്ക് കളയാനുള്ള ഒരു വാൽവാണ് ജേർണലിംഗ്. ആ ജേർണലിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രഷർ പയ്യെ റിലീസ് ആയിട്ട് പോകുന്നു. അപ്പോൾ അവസാനത്തുള്ള ഒരു പൊട്ടിത്തെറി അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ബ്രെയിൻ ആൻഡ് ജേർണലിംഗ് ആക്ടിവേറ്റ്, അതായത് നമ്മുടെ ബ്രെയിനിന്റെ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ്, അതായത് നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മളിങ്ങനെ ജേർണലിംഗ് നടത്തുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ കാര്യങ്ങളെല്ലാം എന്താണ് സോർട്ട് ഔട്ട് ചെയ്ത് വ്യക്തമായ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. അതായത് നമ്മുടെ ഇമോഷണലി നമ്മൾ പല ഇമോഷൻസ് കൊണ്ട് ഓവർവെൽമായിട്ട് നിൽക്കുന്ന നമ്മുടെ ഇമോഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് നമ്മുടെ തോട്ട്സ് ഒക്കെ കുറച്ച് നമുക്ക് വ്യക്തമായ ഒരു ക്ലാരിറ്റി നൽകാൻ ഈ ജേർണലിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അൺറിട്ടൺ തോട്ട്സ് ഫീൽ ഹെവിയർ ദാൻ റിട്ടൺ തോട്ട്സ്. നമുക്ക് എന്തൊരു പ്രശ്നം വരട്ടെ, അത് എഴുതി കഴിയുമ്പോൾ, എഴുതിയില്ലെങ്കിൽ നമുക്ക് അതെന്താ ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. നമ്മുടെ മൈൻഡിൽ തന്നെ
ഫസ്റ്റ് ഞാൻ 5 ക്വസ്റ്റ്യൻ ചോദിച്ചു, ആൻസർ ഞാൻ സംസാരിച്ചില്ല. 5 ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ചോദിക്കാത്ത സമയത്ത് നമ്മുടെ മൈൻഡിൽ ഇഷ്ടംപോലെ ആൻസേഴ്സും പോകുന്നുണ്ടാവും. നമുക്ക് കുറച്ചുകൂടെ ഇതായിരിക്കും. പക്ഷെ നമ്മൾ എഴുതാൻ നേരത്ത് ക്ലാരിറ്റിയോട് കൂടി അത് സ്പെസിഫിക് ആയിട്ട് വരുന്നുണ്ട്, ഇല്ലേ? നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തില്ലേ? അപ്പോ നമ്മൾ എപ്പോഴും അൺറിട്ടൺ തോട്ട്സ് ഹെവിയർ ആയിരിക്കും, പക്ഷെ നമ്മൾ റിട്ടൺ തോട്ട്സ് ആകുമ്പോൾ നമുക്കത് ക്ലാരിറ്റിയിലേക്ക് വരും. അതില് ഒരു 5 ജേർണലിംഗ് മെത്തേഡ്സ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ്, ഫ്രീ റൈറ്റിംഗ്. അതായത് നമ്മൾ പേപ്പറും പേന എടുത്തിട്ട് വെറുതെ എഴുതുക നമ്മുടെ ഇമോഷൻസ്. അതായത് അതിന് ഗ്രാമറോ ഹാൻഡ് റൈറ്റിങ്ങോ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഇതൊന്നും നോക്കാതെ, എഡിറ്റ് ചെയ്യാതെ, സ്റ്റോപ്പ് ചെയ്യാതെ. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു. ക്ഷീണമാണെങ്കിൽ അങ്ങനെ പോണമെന്നുണ്ടായിരുന്നു. ഇന്ന് ഇങ്ങനത്തെ പണിയുള്ളത് കൊണ്ട് ഞാൻ അത് ചെയ്യണമെന്ന് വിചാരിച്ചു. എന്നിട്ട് അപ്പോഴാണ് എന്റെ മോള് വന്നത്. അപ്പൊ മോള് വന്നപ്പോ എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി, അപ്പൊ അങ്ങനെ പോണെന്ന് തോന്നി. അതായത് ചുമ്മാ അങ്ങ് നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ അങ്ങ് എഴുതുക. കാരണം ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവില്ല. ചിലപ്പോ ലാസ്റ്റ് കാര്യം ആദ്യം പറഞ്ഞിട്ടായിരിക്കും രണ്ടാമത്തെ കാര്യം പറയും. ഇതിനൊരു സ്റ്റോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ തോട്ട്സ്, കാര്യങ്ങൾ ജസ്റ്റ് നമ്മുടെ മെന്റൽ പ്രഷർ കാര്യങ്ങൾ ഒന്ന് റിലീസ് ചെയ്യാൻ വെറുതെ കണ്ടിന്യൂസ്ലി ഒരു 5 മിനിറ്റ് എഴുതുക. അടുത്തതാണ് ഇമോഷണൽ ജേർണലിംഗ്. ജസ്റ്റ് നമുക്ക് ഇതൊന്നിപ്പോ ഒന്ന് ചെയ്തു നോക്കിയാലോ? നിങ്ങളുടെ ലൈഫിൽ ഇമോഷണലി നിങ്ങൾ ഡൗൺ ആയ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കുക. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടല്ല. ജസ്റ്റ് ഇമോഷണലി ഒന്ന് അൺസ്റ്റേബിൾ ആയത്, മനസ്സിൽ സങ്കടം നിറഞ്ഞു നിൽക്കുന്ന ചില ഇൻസിഡൻസ് ഉണ്ടാവില്ലേ ലൈഫിലെ? ഇപ്പോ എന്താണ്, റിലേഷൻഷിപ്പിലാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സുമായിട്ടാവാം, അല്ലെ എന്തെങ്കിലും ഒരു പ്രശ്നം, നമുക്ക് സങ്കടം ഉണ്ടാക്കി ഒരു പ്രശ്നം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുപോവുക. ആ പ്രശ്നത്തിന്റെ നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, എന്തുമാകട്ടോ. ദെൻ ആ സമയത്തെ ഫീലിംഗ്, ജസ്റ്റ് ഒരു ഇൻസിഡന്റ് എടുക്കുക. ആ സമയത്തെ നിങ്ങളുടെ ഫീലിംഗ് എന്തായിരുന്നു? അത് ജസ്റ്റ് ജേർണലിങ്ങിന് ഗ്രാമറോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇൻസിഡന്റ് എഴുതുക, എന്നിട്ട് ഹെഡിങ് ഇടുക. ഹെഡിങ് പോലെ ഇൻസിഡന്റ് എഴുതുക. തൊട്ട് താഴെ ആ സമയത്ത് നിങ്ങളുടെ ഫീലിംഗ് എന്തായിരുന്നു? സ്റ്റാർട്ടിങ് മുതൽ പറയാം. ജസ്റ്റ് നിങ്ങൾ ഒന്ന് കണ്ണടച്ചിരുന്ന ആ ഇൻസിഡന്റ് മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക. നിങ്ങൾ ഹെഡിങ് ആയിട്ട് എഴുതിയ ഇൻസിഡന്റ് ഇല്ലേ? ശേഷം ആ സമയത്ത് നിങ്ങളുടെ ഫീലിംഗ് എന്തായിരുന്നു ഒന്ന് എഴുതുക. എന്തുകൊണ്ടാണ് ആ സമയത്ത് അങ്ങനെ ഫീൽ ചെയ്തത്, ഈ രീതിയിൽ ഫീൽ ചെയ്തത്? ആ ഇമോഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണോ അല്ലയോ? ആ ഇൻസിഡന്റ് ഏത് രീതിയിൽ റീഅലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. ആ ഒരു സങ്കടം ആണ് നമ്മൾ എടുത്തതെങ്കിൽ ആ സങ്കടത്തിന്റെ ഇൻസിഡന്റ് ഞാൻ ഇന്ന രീതിയിൽ ആയിരുന്നു എങ്കിൽ, ഈ ഒരു ഇൻസിഡന്റ് ഈ രീതിയിൽ പോയായിരുന്നെങ്കിൽ എങ്ങനെ ഞാൻ ഹാപ്പി ആയിരുന്നു. എന്തുകൊണ്ട് ആ ഒരു രീതി എനിക്കപ്പോ എടുക്കാൻ സാധിച്ചില്ല? അപ്പൊ ആ നോളജ് ഞാൻ അക്വയർ ചെയ്തു. നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വരുമ്പോൾ ഞാൻ ഈ രീതിയിൽ പ്രതികരിക്കും എന്നുള്ള ഒരു മെന്റൽ ക്ലാരിറ്റി അവിടെ വരുത്തുക. അനിമം ക്ലിയർ ആയോ? എന്തോ ഒരു ഇതുപോലെ തോന്നി ഫേസിൽ. അതായത് നമ്മുടെ എന്താണ് ആ സമയത്തെ ഫീലിംഗ്, എന്തുകൊണ്ടാണ് ഞാൻ ആ അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പോൾ എനിക്കൊരു വിഷയം ഉണ്ടായി,
ആ സമയത്ത് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പൊ അവന്റെ ഫീലിംഗ് എന്നാ? ദേഷ്യം. സെക്കൻഡ്, വൈ മൈറ്റ് ഐ ഫീൽ ദിസ് ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ ഫ്രണ്ടുമായിട്ട് വഴക്കുണ്ടാക്കി. എന്നോട് വഴക്കടിച്ചത് കൊണ്ടാണ് ഈ ഫീലിംഗ്, എനിക്ക് ആ ഒരു ഫീലിംഗ് തോന്നിയത്. ഇനി ആ ഫീലിംഗ് എനിക്ക് ഹാംഫുൾ ആണോ അതോ ഹെൽപ്ഫുൾ ആണോ? ഇല്ല. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന എന്റെ ഫ്രണ്ടിനോടുള്ള ഒരു ദേഷ്യം അത് എനിക്ക് ഒരിക്കലും പോസിറ്റീവ് അല്ല. ഞാൻ അവിടെ അവെയർ ചെയ്യാണ്, എനിക്ക് അവിടെ ദേഷ്യമാണ് വന്നത്. ആ സമയത്ത് എന്റെ ഫ്രണ്ടിനോട് അങ്ങനെ ദേഷ്യം തോന്നുന്നത് എനിക്ക് പോസിറ്റീവ് അല്ല. അപ്പൊ പിന്നെ നെക്സ്റ്റ് ഞാൻ ചിന്തിക്കുക, എന്തുകൊണ്ടായിരിക്കും എനിക്ക് അവൾ അങ്ങനെ ബിഹേവ് ചെയ്തത്, എന്തുകൊണ്ടായിരിക്കും എനിക്ക് ദേഷ്യം തോന്നിയത്? ആ മേ ബി അവളുടെ ആ ടൈമിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ആകാം, അല്ലെങ്കിൽ ഇന്ന റീസൺ കൊണ്ടായിരിക്കാം ആൾ എന്നോട് ഇങ്ങനെ ചെയ്തത്. അതെന്നെ ഇതാക്കി. അത് ഒരിക്കലും എന്നെ ഹർട്ട് ചെയ്യാനായിരുന്നിട്ടുണ്ടായിരിക്കില്ല. ഇനി ഇങ്ങനെയുള്ള ഒരു ഇൻസിഡന്റിൽ ഞാൻ അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുള്ളൂ, ഞാൻ നെഗറ്റീവായിട്ട് സംസാരിക്കുള്ളൂ. അപ്പൊ നമ്മൾ ആ ഒരു കാര്യത്തിന് ഇനി എല്ലാ സമയത്തും നമുക്ക് അങ്ങനെ പറ്റില്ല. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ചിലപ്പോ ഈ ഒരു കണ്ടീഷനിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല, നോട്ട് ഇൻ മൈ കൺട്രോൾ. എല്ലാം നമ്മുടെ കൺട്രോളിലല്ല, എന്നോട് പറഞ്ഞല്ലോ, എല്ലാം നമ്മുടെ കൺട്രോളിലല്ല. അപ്പൊ അങ്ങനെയും വരാം. ചിലത് നമ്മുടെ കൺട്രോളിലുള്ളത് നമുക്ക് ഇമോഷണൽ അവയർനെസ് വരുത്തി അത് ചേഞ്ച് ചെയ്യാം. എന്റെ കൺട്രോളിലുള്ളതല്ല. അപ്പൊ എന്റെ കൺട്രോളിലല്ലാത്ത കാര്യം ഒരിക്കലും അതേക്കുറിച്ച് ചിന്തിച്ച് ഞാൻ എന്റെ എനർജി വേസ്റ്റ് ആക്കിയതുകൊണ്ട് എനിക്ക് ബെനിഫിറ്റ് ഇല്ല എന്നുള്ള ക്ലാരിറ്റിയിലേക്ക് ഞാൻ വരും. ഇപ്പൊ ക്ലിയർ ആയോ? അതായത് ആ റീസണിലെ പില്ലില് നമ്മുടെ നമുക്ക് ചേഞ്ച് ചെയ്യാനോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതും ഉണ്ടാവാം, പറ്റാത്തതും ഉണ്ടാവാം. അപ്പൊ അത് പറ്റുന്നതാണോ പറ്റാത്തതാണോ എന്നത് ആ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിരിക്കും. അത് കഴിഞ്ഞിട്ട് പറ്റാത്തതാണെങ്കിൽ ഇത് എന്റെ കൺട്രോളിൽ പെട്ടതല്ല, അപ്പൊ അതിൽ എന്റെ എനർജി വേസ്റ്റ് ചെയ്തത് കൊണ്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല എന്നുള്ള അവയർനെസ് എന്നിലേക്ക് കൊണ്ടുവരുന്നു. ആ ക്ലാരിറ്റി വരുമ്പോൾ തന്നെ ആ ഒരു ഫീലിംഗ്, ആ നമ്മുടെ ആദ്യം ഉണ്ടായ ആ ഒരു ദേഷ്യം, സങ്കടം എന്ന് പറയുന്ന ഫീലിംഗ്, അവൾ എന്നോട് ദേഷ്യപ്പെട്ടു, ഇങ്ങനെയൊക്കെയായിരുന്നു പ്രശ്നം, പക്ഷെ അവിടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഞാനൊന്നും ചെയ്തില്ല. ഇനി ഞാൻ ഇതേക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടിട്ട് കാര്യം ഇല്ല, കാരണം അതൊന്നും എന്റെ കൺട്രോളിലല്ല എന്നുള്ള ഒരു അവയർനെസ് എനിക്ക് വരികയാണ്. ആ അവയർനെസ് വരുമ്പോൾ നമ്മുടെ ഇമോഷൻസ് പയ്യെ കാമാകും. അവയർനെസ്സിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ജേർണൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്നാലും ആ ഒരു പ്രശ്നം വേണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ നടക്കാതിരുന്നെങ്കിൽ ഇങ്ങനെ ആയേനെ, ഞാൻ അത് പറയാതിരുന്നെങ്കിൽ ചിലപ്പോ ഇങ്ങനെ ഈ പ്രശ്നം മാറിയേനെ. ഈ ചിന്ത വീണ്ടും ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ലൂപ്പ് വരും. പക്ഷെ നമ്മൾ ജേർണൽ ചെയ്യുമ്പോൾ ഇത് ഔട്ട് ഓഫ് കൺട്രോൾ ആണ്, എന്റെ എനർജി ഇവിടെ നഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന ഒരു ഇമോഷണൽ അവയർനെസ്സിലേക്ക് എത്തുന്നു. മറ്റത് നമ്മുടെ അവിടെ മെന്റൽ ലൂപ്പ് റിപ്പീറ്റ് ചെയ്ത് വരും. ജേർണലിംഗിന്റെ പ്രാധാന്യം മനസ്സിലായോ? ക്ലിയർ ആയല്ലേ? ക്ലിയർ ആയി. ഇനി അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. അത് നമ്മുടെ തുടക്കത്തിൽ നമ്മുടെ അനിൽ സാറ് നമ്മളെ കൊണ്ട് എഴുതിപ്പിച്ചത് തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. അതായത് നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, ഇന്നും ഇപ്പൊ എന്റെ ലൈഫിൽ കുറെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടാവും, അതുപോലെ കുറെ സന്തോഷകരമായ നിമിഷങ്ങൾ നടന്നിട്ടുണ്ടാവും. നമ്മുടെ മൈൻഡിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് നെഗറ്റീവ് തിങ്സിനെയാണ്, അല്ലെ? എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് അല്ലെ ക്യാച്ച് ചെയ്യും. പക്ഷെ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ക്യാച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് ഒരു സങ്കടം വന്നു കഴിയുമ്പോൾ നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ ആ സങ്കടത്തിലായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എഴുതുക. ഞാൻ രാവിലെ എഴുന്നേറ്റു, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റി, നടക്കാൻ പറ്റി, ഈ കാര്യങ്ങളെല്ലാം ലൈഫിൽ നടക്കുന്നുണ്ട്, പക്ഷെ ഒരിക്കലും നമ്മൾ അവെയർ അല്ല. നമ്മൾ ജേർണലിംഗ് നടത്തുമ്പോൾ, നമ്മളത് എഴുതുമ്പോൾ കൂടുതൽ അവെയർ ആവാൻ. അല്ലെങ്കിൽ ഓട്ടോ പൈലറ്റ് മോഡില് എല്ലാവരും ജീവിതത്തിൽ രാവിലെ എഴുന്നേൽക്കുന്നു, പോകുന്നു, പക്ഷെ ഒരുപാട് പേര് അവിടെ ഇതിന് സാധിക്കാത്തവരുണ്ട് എന്നുള്ള ഒരു അവിടെ നിന്നും ഡിഫറെന്റ് ആയിട്ട് എനിക്കിതിന് സാധിച്ചു എന്നുള്ള ഒരു തോട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, അതായത് നമുക്ക് പോസിറ്റിവിറ്റിയിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടുപോകാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ റിഫ്ലക്ഷൻ ജേർണലിംഗ്.
ഇത് ഏറ്റവും ഹെൽപ്ഫുൾ ആണ്. അതായത് ഇപ്പോഴത്തെ പറഞ്ഞ എല്ലാം ഓരോന്നും ആദ്യം പറഞ്ഞത് എന്താണ്, ജസ്റ്റ് 5 മിനിറ്റ് വെറുതെ ഇതാക്കുക, നമ്മുടെ ഇമോഷൻസിനെ ഇതാക്കാൻ വേണ്ടിയിട്ട്, സോറി, നമ്മുടെ സ്ട്രെസ് കാര്യങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ട്. രണ്ടാമത് നമ്മൾ എന്താ പറഞ്ഞത്, നമ്മുടെ ഇമോഷൻസിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമ്മുടെ എല്ലാ കാര്യങ്ങളും എഴുതുന്നത്, ഫസ്റ്റ് വൺ പറഞ്ഞത് വെറുതെ 5 മിനിറ്റ് ജേർണലിംഗ് നടത്തുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താണ്, നമ്മൾ ഇമോഷൻസിനെ അഡ്രസ് ചെയ്യുന്നത്. മൂന്നാമത് എന്ത് പറഞ്ഞു, നമ്മുടെ പോസിറ്റീവ് കാര്യങ്ങൾ. മൂന്ന് ഉദ്ദേശത്തോട്. നാലാമത്തെ നമ്മുടെ സെൽഫ് അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് റിഫ്ലക്ഷൻ ജേർണലിംഗ്. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് എന്റെ എനർജി നഷ്ടപ്പിച്ചത്, ഇന്നത്തെ ദിവസത്തിൽ നിന്ന് ഞാൻ എന്താണ് പഠിച്ചത്, അതായത് ഞാൻ എങ്ങനെ മാറിയാൽ എനിക്ക് സക്സസ് ആവാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ ഫാമിലിയിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂ, അല്ലെങ്കിൽ കുട്ടികളുടെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നമ്മൾ ഏത് രീതിയിലാണ് അതിനെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനുള്ള പ്രോപ്പർ ഇപ്പം ഒരു റിഫ്ലക്ഷൻ കിട്ടുന്നതാണ് നമ്മുടെ റിഫ്ലക്ഷൻ ജേർണൽ. അതായത് എന്റെ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് പോകുന്നത്, അതിൽ ഏതൊക്കെ ഭാഗത്താണ് ഒരു നമ്മുടെ എനർജി വെറുതെ, അതായത് ആവശ്യമില്ലാതെ എനർജി നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ളതും, ഇനി എനിക്ക് എങ്ങനെ മാറ്റം വരുത്താം. ഞാൻ രാവിലെ എണീറ്റു, കുറെ നേരം സോഷ്യൽ മീഡിയ നോക്കിയിരുന്നു. അപ്പൊ നമ്മൾ അവിടെ എഴുതുമ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ കൂടുതൽ നേരം വെറുതെ കണ്ടത് കൊണ്ട് എനിക്ക് ബെനിഫിറ്റ് ഇല്ല, നമുക്ക് അവിടെ ക്ലാരിറ്റി കിട്ടുകയാണ്. അപ്പൊ എന്റെ എനർജി പോയത് അങ്ങനെയാണ്. പകരം എന്ത് ചെയ്യാം, ആ സമയം പ്രോപ്പർ രീതിയിലേക്ക്, ആ സമയത്ത് വേണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാം, വേറെ എന്തെങ്കിലും നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാലോ, വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ആ ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ളതിലേക്ക് മാറ്റാം എന്നുള്ള തീരുമാനം. അപ്പൊ അങ്ങനെ ഈ ഒരു റിഫ്ലക്ഷനിലൂടെ നമ്മുടെ സെൽഫ് അവയർനെസ് കൂട്ടി നമുക്ക് കൂടുതൽ പവർഫുൾ ആയിട്ട് മാറാൻ സാധിക്കും. അതുപോലെ സ്ട്രെസ് റിലീഫ് ജേർണലിംഗ്, ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം, സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്ത്, നമുക്കൊരു ഇഷ്യൂ അനുഭവിക്കുന്ന സമയത്താണ് സ്ട്രെസ് റിലീഫ് ജേർണലിംഗ്. നമ്മുടെ വറി എഴുതുക, എന്താണ് നമ്മൾ ആ പ്രശ്നത്തിന് കാരണം, അത് നമ്മുടെ കൺട്രോളിലാണോ, യെസ് ആണെങ്കിൽ അതെന്ത് ചെയ്താൽ മാറ്റാൻ പറ്റും, നോ ആണെങ്കിൽ പിന്നെ നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കരുത്. നമ്മുടെ കയ്യിലല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ എനർജി ട്രെയിൻ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അത് നമ്മൾ വിട്ടുകളയുക, നമ്മളുടെ പ്രോപ്പർ കൺട്രോളിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ കോൺസെൻട്രേഷൻ കൊണ്ടുവരും. അപ്പൊ 5 രീതിയിലുള്ള ജേർണലിംഗ് ആണ് നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് റൈറ്റിംഗ്, രണ്ടാമത് നമ്മുടെ ഇമോഷൻസിനെ അഡ്രസ് ചെയ്യുക, മൂന്നാമത് ഏതായിരുന്നു പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ്, 4 റിഫ്ലക്ഷൻ, 5 സ്ട്രെസ് റിലീഫിനുള്ള. ഓരോന്നിന്റെയും ഉദ്ദേശം ഓരോന്നാണ്. വെൻ ടു ജേർണൽ, നമുക്ക് മോർണിംഗിൽ നമ്മുടെ ഇന്റൻഷൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാം. ബിഫോർ സ്ലീപ്പ്, ഇതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള, അതായത് നമുക്ക് ഇമോഷൻസിനൊക്കെ വരുന്നതിന് ഏറ്റവും ഇതായിട്ടുള്ളത്, ഈ നമ്മുടെ തോട്ട്സിനെ കളയാൻ ഏറ്റവും ഹെൽപ്പ് ഉള്ളത് ബിഫോർ സ്ലീപ്പ്. അതായത് പല ട്രോമാസും നമ്മുടെ ലൈഫിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ട്രോമ നമ്മുടെ ഉള്ളിൽ ഇട്ടുകൊണ്ട് നമ്മൾ, അല്ലെങ്കിൽ ഈ സ്ട്രെസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് പോകുന്നതിന് പകരം നമുക്ക് ഇന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇന്ന് തന്നെ റിലീസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതായിരിക്കും പവർഫുൾ. എന്തെങ്കിലും പ്രശ്നങ്ങള് കാര്യങ്ങള് നമ്മുടെ ഇമോഷൻസിനെ ഒന്ന് മാറ്റം വരുത്തുന്നുണ്ട് എന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ നമ്മൾ ചെറിയ ജേർണലിംഗ് എഴുതി അതൊന്ന് സെറ്റ് ആക്കിയ ശേഷം ഗ്രാറ്റിറ്റ്യൂഡും പറഞ്ഞിട്ട് അന്നത്തെ ദിവസം കിടന്നു. ഓക്കെ, അപ്പോ ഈ പോസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യരുത്, റെസ്പോൺസ് ചെയ്യണം എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് മാറണമെങ്കിൽ ഓൾറെഡി നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ അഡ്രസ്സ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടോ അന്നത്തെ ദിവസം തന്നെ ആ ഇമോഷനെ അഡ്രസ്സ് ചെയ്ത് റിലീസ് ചെയ്ത ശേഷം നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക. പ്രശ്നം മാറി, അവിടെ എന്ത് വന്നു, പോസിറ്റീവ് തോട്ട്. അല്ലാതെ ഇതെല്ലാം ഇട്ട് വെച്ച് 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 അവസാനം പ്രഷർ കുക്കർ പൊട്ടുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ച് നടക്കുവോ?
അപ്പൊ ആദ്യത്തെ ക്ലാസ് കേട്ടവർ ആദ്യത്തെ ക്ലാസ്സിൽ ആലോചിക്കണ്ട ഇങ്ങനെ റിയാക്ട് ഇല്ലാതെ ഇങ്ങനെ റെസ്പോൺസ് ചെയ്യാം. ശരിയാണ്. ഈ ഉള്ളില് പ്രഷർ കുക്കർ ആയിട്ട് നിൽക്കുന്ന ആളുടെ അടുത്ത് റിയാക്ട് ചെയ്യരുത്, റെസ്പോൺസ് ചെയ്യൂ എന്ന് പറഞ്ഞ നടപടിയാവോ? ആവോ? ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ വേണ്ടി ഇങ്ങനെ അത്രയും പ്രഷറോട് കൂടി നിൽക്കുന്ന ഒരാളുടെ അടുത്ത് റിയാക്ട് ചെയ്യരുത്, റെസ്പോൺസ് ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ പഴയ കാരണവന്മാർ പറയും പോലെ പോത്തിന്റെ ചെവിയിൽ വേദാന്ന് ഓതിയിട്ട് കാര്യമില്ല എന്ന് പറയും പോലെ ഇത്രയും പ്രഷറിൽ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് റിയാക്ട് ചെയ്യരുത്, ഒന്ന് പോസ്റ്റ് ചെയ്യൂ, അതിനുശേഷം റെസ്പോൺസ് ചെയ്യൂ എന്ന് നിങ്ങൾ ഒരു ERA ട്രെയിനർ ആയി കഴിഞ്ഞിട്ട് പോയി പറഞ്ഞാൽ നടക്കുവോ? ഇല്ല, ഒരിക്കലും നടക്കൂല. നമ്മൾ അതിനു മുമ്പ് നമ്മൾ കാമായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോ കാമാനും നല്ല രീതിയിൽ അങ്ങനെ ഓൾറെഡി നമ്മൾ എല്ലാ പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്ത് പോയ ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ ഓക്കെ, ഒരു പ്രശ്നങ്ങൾ വരുമ്പോ റിയാക്ട് ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റും? റെസ്പോൺസ് ചെയ്യാൻ പറ്റും. ഇല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, മെന്റലി ഫിറ്റ് ആയിരിക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ നല്ല രീതിയിൽ അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഇങ്ങനെ മാറുമെന്നല്ല. നമ്മൾ ആദ്യമേ ജേർണലൊക്കെ എഴുതി ഇനിയും അടുത്ത ടെക്നിക്സുകൾ വരും. ഇതെല്ലാം ചെയ്ത് നമ്മുടെ ഇമോഷൻസിനെ, കാരണം ജേർണൽ എഴുതി നമുക്ക് ഡെയിലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി അത് അന്ന് തന്നെ റിലീസ് ചെയ്ത് പോസിറ്റീവിലേക്ക് മാറിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇന്ന് തന്നെ ജേർണൽ ചെയ്ത്, അതായത് നിങ്ങളുടെ പാസ്റ്റ് ഇഷ്യൂസ് ഇതൊക്കെ നമുക്ക് അഡ്രസ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര പേർക്ക് പാസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് എന്ന് എനിക്കറിയില്ല. ആ പാസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതുക. നിങ്ങളുടെ കൺട്രോളിലല്ലെങ്കിൽ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളും അങ്ങനെ തന്നെ എഴുതുക. ഇതൊന്നും അങ്ങനെ എഴുതുമ്പോ ഇത് എന്റെ കൺട്രോളിലല്ല എന്ന് വ്യക്തമായിട്ട് എഴുതുമ്പോ നിങ്ങളുടെ ബ്രെയിന് മനസ്സിലാവാണ് ഇതൊന്നും എന്റെ കൺട്രോളിലല്ല, പിന്നെ എങ്ങനെ ഞാൻ ഇത് ഇതാക്കും. അപ്പൊ നമ്മള് കൺട്രോളിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടുപോയി കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ പവർഫുൾ ആയിട്ട് ഇരിക്കാൻ സാധിക്കും. ഒരു ഇമോഷണൽ ഇവന്റ്സ് ഉണ്ടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രെസ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ജേർണൽ എഴുതാം. അപ്പോ ആദ്യമേ തന്നെ ഇപ്പൊ ഈ ERA ട്രെയിനർ ആകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നിങ്ങളുടെ ഇമോഷൻസ്, ആർക്കൊക്കെ ഇപ്പോ ഇമോഷണലി സ്റ്റേബിൾ അല്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല, അപ്പൊ നിങ്ങളുടെ ഇമോഷൻസ് എങ്ങനെയാണോ അതൊന്ന് എഴുതുക. ഇന്നത്തെ വർക്കൗട്ടിലുള്ള ഫസ്റ്റ് കാര്യമാണ് നിങ്ങൾ ഇന്ന് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇമോഷൻസ്, പ്രശ്നങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് എഴുതുക. ഒരു പേപ്പറിൽ എഴുതുക. അത് പേപ്പറിൽ എഴുതിയേക്കണേ കറക്റ്റ് ആവുകയല്ല വേണ്ടേ, നമ്മൾ ആ മൈൻഡിൽ നിന്ന് സംഭവം ഇടുക. അതിന് ഗ്രാമർ വേണമെന്നില്ല, ഫുൾ സ്റ്റോപ്പ് വേണമെന്നില്ല. നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ അതിനൊന്ന് അഡ്രസ്സ് ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചല്ലാതെ പ്രോപ്പറായിട്ട് ഗ്രാമർ അങ്ങനെയല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ലാംഗ്വേജിൽ അത് ഒന്ന്, ചിലപ്പോൾ അത് വായിക്കുന്നവർക്ക് പോലും മനസ്സിലാവണ്ട, വേറെ ആളുകളെയും നമുക്കത് കാണിക്കാനല്ലല്ലോ, അത് അഡ്രസ്സ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്കൊരു മെന്റൽ ക്ലാരിറ്റി വരും. അങ്ങനെ ആ ഒരു സംഭവത്തെ ഹീൽ ചെയ്ത ശേഷം ഒരു പോസിറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡും കൊടുത്ത്, എനിക്ക് ഇതൊക്കെ ഉണ്ട്, ഈ പ്രശ്നം വന്നു, പക്ഷെ ഇതിൽ നിന്നും എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, അതിന്റെ ആ ഒരു ഇവന്റുമായി ബന്ധപ്പെട്ട ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലും കൂടെ എഴുതുമ്പോൾ നമ്മൾ എഫക്റ്റീവ്, ഭയങ്കര പവർഫുൾ ആയിട്ട് മാറണം. ആ ഒരു ടെക്നിക്ക് എഫക്റ്റീവ് ആയിട്ട് മാറണം. അപ്പൊ അത് എഴുതി ഇന്ന് തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെ എന്ത് ചെയ്യുക. ഒരുപാട് ചിലപ്പോ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ടാവും. ആ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുക. അത് എന്റെ കൺട്രോളിലാണോ എന്ന് ചോദിക്കുക. എന്നിട്ടൊന്ന് സ്റ്റേബിൾ ആയിട്ട് മാറാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു ഇൻസിഡന്റ് വരുമ്പോൾ റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ ഇമോഷൻസ് എല്ലാം ഉള്ളിലിട്ട് പാസ്റ്റ് ട്രോമയും ബാക്കിയുള്ള പ്രശ്നങ്ങളും ഫ്രസ്ട്രേഷൻസും നമ്മുടെ ലൈഫിലെ, ഇപ്പൊ ജോലിക്കാരാണെങ്കിൽ അവിടെ ജോലി സ്ഥലത്ത് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവാം, വീട്ടിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഈ പ്രശ്നങ്ങളൊക്കെ ഇട്ട് കളിക്കുന്ന ആൾക്ക് ഒരാളുടെ അടുത്ത് പോയി റിയാക്ട് ചെയ്യില്ല, റെസ്പോണ്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇതെല്ലാം അഡ്രസ്സ് ചെയ്ത് ഒന്ന് സെറ്റ് ആക്കിയ ആൾക്കാണെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറ്റും. അതുപോലെ ജേർണലിംഗ് നമ്മുടെ സെൽഫ് ഡിസ്കവറി അതിന് ഏറ്റവും ഇതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ചിലപ്പോ നമ്മളെ പലരും ക്രിട്ടിസൈസ് ചെയ്യും. ആ ക്രിട്ടിസിസം കേൾക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ വിചാരിക്കും, ഓ പറഞ്ഞ ശരിയാണ്, ഞാനാണ് തെറ്റുകാരി. പക്ഷെ റിയാലിറ്റിയിൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പൊ നിങ്ങൾ ജേർണലിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ വ്യക്തമായ ക്ലാരിറ്റി കിട്ടുകയാണ്. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഫിയർ, നിങ്ങളുടെ പാറ്റേൺസ്, കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഡിസ്കവർ ചെയ്ത് വരാണ്. അപ്പോൾ മറ്റുള്ളവരുടെ വാക്കുകളിൽ നമ്മൾ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട്
ഒന്നും താഴേക്ക് പോവാതിരിക്കാൻ നമ്മുടെ ഈ ജേർണലിംഗ് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. ഒരിക്കലും നമ്മുടെ ഇമോഷൻസ് ആണ് നമുക്ക് ഏറ്റവും വലുത്. ഈ ഇമോഷൻസ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രശ്നം നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് പറഞ്ഞു നോക്ക്. ആ ഫ്രണ്ട് പറയും നിങ്ങളുടെ പ്രശ്നം ഒന്നുമല്ല, അതിന് വലിയ കുറെ പ്രാരാബ്ദങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയായിരിക്കും അല്ലേ? സ്വാഭാവികമായിട്ടല്ലേ? എന്നിട്ട് പറയും, അവര് പറയും എന്താ ചെണ്ട എന്ന് മാത്തളത്തിനോട് പറയും മാതിരി ഉണ്ടെന്നായിരിക്കും നമ്മുടെ ഫ്രണ്ട്സ് പറയുന്നത്. സത്യല്ലേ? പലപ്പോഴും നമ്മൾ സങ്കടം പറയാൻ ചെല്ലുമ്പോ പറഞ്ഞ ഇതിപ്പോ ചെണ്ട ഒന്ന് മാത്തളത്തിന്, ഇതൊക്കെ എന്ത്, നീ കേക്ക് എന്റെ ലൈഫിലെ പ്രശ്നങ്ങള്, ഇന്ന് എനിക്ക് ഇത് സംഭവിച്ചു, ഇങ്ങനെ പോയപ്പോ ഇങ്ങനെയായിരുന്നു, അങ്ങനെ പോയപ്പോ ഇതായി, ഇത് വളരെ സിമ്പിൾ, നീ എന്റെ ജീവിതത്തിലേക്ക് പോ, അതിൽ കൂടുതൽ പ്രശ്നങ്ങളാണ്, ഇതായിരിക്കും പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ ജേർണലിങ് ഹെൽപ്പ് ചെയ്യും. അപ്പോ നമ്മള് ചെണ്ട എന്നും മദ്ദളത്തിനടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വന്തമായിട്ട് അത് എഴുതി കഴിയുമ്പോൾ നമ്മുടെ ഇമോഷൻസും നമ്മുടെ പാറ്റേൺസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. അതുപോലെ നമ്മുടെ പാസ്റ്റിൽ നടന്ന ട്രോമാസ്, ഒരു പ്രശ്നം നടന്നു, എന്റെ ലൈഫിലാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഇമോഷണലി എനിക്ക് പണ്ട് ചില കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം എന്റെ ലൈഫിൽ ഒരു ചെറിയൊരു നെഗറ്റീവ് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇൻസിഡന്റ് പുറത്ത് പറയുക എന്നത് പോലും എനിക്ക് ഭയങ്കര സോറി, ഇന്ന് വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, എന്റെ അടുത്ത് അവര് പോവാന്ന് പറയാൻ വേണ്ടി വന്നതാ. സോറി റിയലി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, മാമിന്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങള് ഞാൻ എന്തായിരുന്നു സംസാരിച്ചിരുന്നത് വിട്ടുപോയി, സോറി. അല്ല, മറ്റുള്ളവരോട് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു ഇല്ലേ? ഓക്കെ. എന്റെ പ്രശ്നങ്ങൾ എനിക്ക് പലപ്പോഴും, കാരണം അവിടെ പറയുമ്പോ ഞാനൊരു കൊച്ചായി പോവും. കാരണം ആ ഒരു ഇമോഷൻസ് പൂർണ്ണമായിട്ടും ഹീൽ ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ കറന്റ്ലി ഞാൻ പല സ്ഥലങ്ങളിലും എനിക്കുണ്ടായ ഒരു നെഗറ്റീവ് ഇൻസിഡന്റ് ഞാൻ ആദ്യത്തിൽ ഞാൻ മൂടി വെക്കാനൊക്കെ ശ്രമിക്കുമായിരുന്നു. ഞാനിപ്പോ പറഞ്ഞില്ലേ, ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. അപ്പൊ ഞാൻ ഒരാൾക്ക് പേഴ്സണൽ ആയിട്ട് ഒരു കോള് ചെയ്തിട്ടുണ്ടായിരുന്നു. ജോലി കിട്ടുന്നതിന് മുമ്പ് നമ്മള് ജോലി അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് ആൾ എൻ്റെ അടുത്ത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ സംസാരിച്ചു. പക്ഷെ ഞാൻ ആ നെഗറ്റീവായിട്ട് സംസാരിച്ചപ്പോ ഞാൻ വളരെ മാന്യമായിട്ട് തന്നെയാണ് അതിൽ സംസാരിക്കുന്നത്. എന്നിട്ട് ഞാനത് ചോദിച്ചതിന് പ്രോപ്പർ ആൻസർ കിട്ടിയില്ല. ഞാൻ അത് കഴിഞ്ഞ് വേണമെങ്കിൽ എനിക്ക് കട്ട് ചെയ്യായിരുന്നു, ഞാൻ അതുപോലും ചെയ്തില്ല. കാരണം നമ്മുടെ ഹെഡായിട്ട് വരാൻ പോകുന്ന ഒരു വ്യക്തിത്വം ആണല്ലോ, അവരുടെ അടുത്ത് ഫോൺ ചെയ്തിട്ട് അത് സ്റ്റോപ്പ് ചെയ്ത് പോകുന്നത് ശരിയല്ല എന്നുള്ളൊരു തോട്ട് വന്നതുകൊണ്ട് ഞാൻ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്. പിന്നെ ഞാൻ എൻ്റെ ഡെയിലി ലൈഫിലേക്ക് ഞാൻ പോയി. പിന്നെ ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യുന്നതല്ല ആളല്ല. പിന്നെ പക്ഷെ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇവന്റ് ഉണ്ടായെന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞത്. കാരണം അവരും കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കോൾ ചെയ്തത്. ഞാൻ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടായി എന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ, അതിനുശേഷം പിറ്റേ ദിവസം എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, സോഷ്യൽ മീഡിയയില് ഒരു ഓഡിയോ ക്ലിപ്പിംഗ്സ് പോകുന്നുണ്ട്, അത് നിന്റേതാണോ, നീ ഇന്നലെ പറഞ്ഞ ഇൻസിഡൻസ് അനുസരിച്ച് നിന്റേതാണെന്ന് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പൊ എനിക്ക് എന്റെ ഫോണിൽ സംഭവം വന്നിട്ടുണ്ട്, ഞാൻ ഓപ്പൺ ആക്കി നോക്കുന്ന പോലുമില്ല കാരണം ഞാൻ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും സോഷ്യൽ മീഡിയയിൽ വരുന്ന ജസ്റ്റ് മെസ്സേജുകളൊന്നും അങ്ങനെ നോക്കുന്ന ആളല്ല. സ്റ്റാറ്റസ് ഇടുക അങ്ങനെയുള്ള കാര്യത്തിൽ മാത്രമേ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് നോക്കുന്ന ആളല്ല. ഞാനതൊന്നും അറിയുന്നില്ല. നോക്കിയപ്പോ അത് എന്റേതാണെന്ന് മനസ്സിലായി. പക്ഷെ അതെനിക്ക്, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത് അതായത് ഭാവിയിൽ എനിക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ എന്റെ ഹെഡ് ആവാൻ ഇരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് എന്നുള്ള രീതിയിൽ സർവർ റെസ്പെക്റ്റും കൊടുത്താണ് ഞാൻ അതിൽ സംസാരിക്കുന്നത്. ആ റെസ്പെക്റ്റിന്റെ ഭാഗമായി നിനക്ക് എന്തുകൊണ്ട് ആ ഫോൺ നിന്റെ അല്ലേ, നിനക്കത് ഓഫ് ചെയ്ത്, ഞാൻ അവിടെ ഒരു റെസ്പെക്റ്റിന്റെ ഭാഗമായിട്ട് ഞാൻ വിളിച്ചതാണല്ലോ
എന്തോ എനിക്ക് ഫോൺ ഓഫ് ചെയ്യാൻ ഉള്ള ഒരു ബുദ്ധി തോന്നിയതുമില്ല, ഞാനത് ഓഫ് ചെയ്യുകയും ചെയ്തില്ല. ശരിയാണ്, എനിക്ക് ഓഫ് ചെയ്യായിരുന്നു. പക്ഷെ ആ ഒരു ഒരാളെ വിളിച്ചിട്ട് എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടല്ലേ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ല. ഇല്ല, കേൾക്കുന്നില്ല. ആ കേൾക്കുന്നു. അനിൽ സാറ് ആ പറയുന്നത് കേട്ടു. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇപ്പം ഷബാസ് മാം മൂട്ടാണോ? ഓക്കെ ഓക്കെ. ഞാനൊന്ന് ലെഫ്റ്റ് ആയിപ്പോയി, സോറി. എന്റെ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ആ ഉണ്ട്. അല്ല, PPT ഇല്ല. ഹലോ, PPT ഇല്ല. PPT ഇല്ല? ഇല്ല. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഇടാം. ലെഫ്റ്റ് ആയിപ്പോയി, അതാ പറ്റിയത്, സോറി. ഓക്കെ. ഓക്കെ അല്ലേ? ഇപ്പൊ ക്ലിയർ അല്ലല്ലോ ഓക്കെ. സാറേ? ഓക്കെ അല്ലേ? യെസ് യെസ്, ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ. അപ്പോ അപ്പൊ കുറച്ച് നാളത്തേക്ക് ഞാൻ ഈ ഒരു കാര്യം, എനിക്കത് ഭയങ്കര ഇമോഷണലി എനിക്കതൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിനുശേഷം ആ സമയത്ത് ഞാനിത് ആരുമായിട്ട് ഷെയർ ചെയ്യില്ലായിരുന്നു. എനിക്ക് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇത് പോലും പറയാൻ എനിക്കൊരു ചമ്മലോ കാര്യങ്ങളോ ഇല്ല. ആ ഒരു ഇൻസിഡന്റ് ഉണ്ട്. ആ ഇൻസിഡന്റിൽ നിന്ന് എനിക്കിപ്പോ കിട്ടിയിരിക്കുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള തോട്ട്സ് ആണ്. കാരണം ആ ഒരു ഇൻസിഡന്റ് ഇപ്പൊ ഞാൻ സെയിം എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്, ആ സെയിം ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ ഒരു ബെസ്റ്റ് ടീച്ചറിലേക്ക് മാറുക എന്നതാണ് എന്റെ ഉദ്ദേശം. അപ്പൊ നമുക്കൊരു നെഗറ്റീവ് ഇൻസിഡന്റ് ആയ അത് കഴിഞ്ഞു, ആ ഇൻസിഡന്റ് മാറുന്നില്ല. ആ ഒരു എന്റെ മനസ്സിലുണ്ടായിരുന്ന ഇമോഷൻ എനിക്ക് മാറ്റാൻ പറ്റി. ആദ്യത്തിൽ ഞാൻ ആളുകളുടെ അടുത്ത് ഇത് പറയില്ല, എനിക്കതൊരു ഭയങ്കര ഒരു നെഗറ്റീവ് തോട്ട്സ് പോലെ ഭയങ്കര സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോ എനിക്കത് പറയുന്നതിനും ബുദ്ധിമുട്ടില്ല. ഞാൻ നല്ലൊരു ടീച്ചറാണ് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഇനിയും പവർഫുൾ ആയിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഒരു, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടിവേഷൻ ആണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടാക്കി തന്നത്. പക്ഷെ നമ്മൾ ഇമോഷണലി ഹീലിംഗ് അല്ലാത്തൊരു സമയത്ത് ഈ ഒരു കാര്യം ആലോചിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞു, എനിക്ക് കൂടുതൽ പവറാണ് ഫീൽ ചെയ്യുന്നത്. പകരം നമ്മൾ ഇമോഷണലി ഹീലിംഗ് നടന്നിട്ടില്ലെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച്, ഈ ഒരു ഇൻസിഡന്റ് മനസ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആ സമയത്ത് ഇമോഷൻസും വിഷമങ്ങളും ഒക്കെ ആയിരിക്കും നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ എന്തൊരു ഇമോഷൻ ആണോ അത് നമ്മൾ നല്ല രീതിയിൽ ഹീല് ചെയ്യും. ഹീല് ചെയ്യാൻ ഈ ജേർണലിംഗ് ഏറ്റവും നല്ല മെത്തേഡ്. നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കുക. അവിടെ ആ ഒരു ഇൻസിഡന്റിൽ എന്റെ എന്തെങ്കിലും പോരായ്മയുണ്ടോ? ഇല്ല. ഞാൻ ആ സമയത്ത് നല്ല ഇനി അതിൽ എന്തെങ്കിലും എനിക്ക് മാറ്റം വരുത്താൻ സാധിക്കുമായിരുന്നു. ഇതിനുള്ള ആൻസർ കൊടുത്തു, ക്ലാരിറ്റി വരുത്തി, ഞാൻ അവിടെ എന്റെ ഇമോഷൻസിനെ നമുക്ക് നല്ല രീതിയിൽ ഹീൽ ചെയ്യാൻ സാധിച്ചു. ഇപ്പോ ആ ഒരു കാര്യം, ആ ഒരു ഇൻസിഡന്റ് നമുക്ക് മാഞ്ഞു പോകുന്നില്ലെങ്കിലും ആ ഇൻസിഡന്റ് മൈൻഡിലേക്ക് വരുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുന്ന ഇമോഷൻസിൽ മാറ്റം വന്നു. പണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് എനിക്ക്, ഞാൻ ഡൗൺ ആയി പോവും, സങ്കടപ്പെടും. ഇപ്പോ ഞാൻ പവർഫുൾ ആണ്. ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ വരുന്നത്, ഓരോ പ്രശ്നങ്ങൾ വരുന്നത് ഓരോ പുതിയ നോളജ് അക്വയർ ചെയ്ത് പവർഫുൾ ആയിട്ട് മാറാനാണ്. ഇത്രേ ഉള്ളൂ. ഒരു പ്രശ്നങ്ങൾ വരുന്നത് നമുക്ക് പവർഫുൾ ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ എനിക്കത് പ്രശ്നമായിട്ട് ഫീൽ ചെയ്യാറില്ല. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പഠിക്കാറുണ്ട്, പഠിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഒരു തോട്ട് തന്നെയാണ് എന്റെ ലൈഫിലുള്ളത്. അപ്പോൾ ഓരോ ഇൻസിഡൻസും നമ്മള് ഓരോ ട്രോമാസ് വരുമ്പോഴും അത് ഹീൽ ചെയ്ത് കഴിയുമ്പോൾ വേറെ ഒരു ഇഷ്യൂ ഇല്ല. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ലേണിങ്സ് കിട്ടുകയും ചെയ്യും, നോളജ് അക്വയർ ചെയ്യാൻ പറ്റും. അതായത് ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഏറ്റവും നല്ല നമുക്ക് ജേർണലിംഗ് എന്ന് പറയുമ്പോൾ ഒരു എന്താണ്, നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാതെ നമ്മളെ പൂർണ്ണമായി ലിസൺ ചെയ്യാൻ, നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണ്,
നമ്മുടെ തെറ്റുകളും ശരികളും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് അതിൽ എഴുതി മനസ്സിലാക്കി കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം എഴുതുമ്പോ ഞാൻ ചെയ്ത് തെറ്റിപ്പോയി, നീ ഇങ്ങനെയാണ് അല്ലെങ്കിൽ നിന്റെ ഭാഗത്താണ് തെറ്റ്. ശരിയാണ്, നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ തെറ്റ് പറ്റാം. പക്ഷെ ആ തെറ്റ് നമുക്ക് മനസ്സിലാക്കി നമുക്ക് മുമ്പോട്ട് മാറി നല്ല രീതിയിൽ ചിന്തിക്കാൻ, അതായത് എന്താണ്, ക്വയറ്റ് ലിസണർ, എല്ലാ കാര്യങ്ങളും കേൾക്കുന്ന ഒരു നല്ല കൗൺസിലറെ പോലെ തന്നെയാണ് നമ്മുടെ എന്താണ് ജേർണലിംഗ് ടൈമിൽ നമ്മുടെ ബുക്സ്. നമുക്ക് എന്താണ് സിംപ്ലി എല്ലാ കാര്യങ്ങളും പറയാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ലൈഫിൽ ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഡീപ് റിഫ്ലക്ഷൻ എക്സസൈസ്. അതായത് നമ്മുടെ ഇമോഷണൽ എക്സ്പീരിയൻസിനെ കുറിച്ച്, എന്താണ് നമ്മൾക്ക് സംഭവിച്ചത്, ആ സംഭവം നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അതിൽ നിന്ന് എന്താണ് എനിക്ക് ലേൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എനിക്കുണ്ടായ ആ ഒരു ഇൻസിഡന്റിൽ നിന്ന് എനിക്ക് ഒരു പവർഫുൾ ലേഡി ആയിട്ട് മാറാനാണ് സാധിച്ചത്. മേ ബി കൂടുതൽ ഒരു അംബീഷൻസ് ഉണ്ടാക്കി കിട്ടുകയാണ് ചെയ്തത്. ഒരു നെഗറ്റീവ് ഇവന്റ് വന്നപ്പോ അതിനേക്കാൾ പവർഫുൾ ആയ പോസിറ്റീവ് ഇവന്റിലേക്ക് എന്നെ മാറ്റണം എന്നുള്ള ഒരു തോട്ടാണ് എനിക്ക് അതിൽ നിന്നും ഉണ്ടായത്. അപ്പൊ നമുക്ക് ഓരോ ഇമോഷണൽ എക്സ്പീരിയൻസ് വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ഫീൽ ചെയ്യുന്നു, എന്ത് ലേൺ ചെയ്യുന്നു എന്നതാണ് ഏറ്റവും, അതായത് നമുക്ക് ഡീപ്പ് റിഫ്ലക്ഷൻ എക്സസൈസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പവർഫുൾ ടൂളാണ് നമ്മുടെ ജേർണലിംഗ്. അതുപോലെ പാർട്ട്ണർ ഡിസ്കഷൻ, നമ്മുടെ സുലേഖാമ്മ പറഞ്ഞായിരുന്നു ഷെയറിങ്. അതായത് നമ്മൾ ജേർണലിംഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടായ ഇൻസൈറ്റ് പോലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ആ സമയത്ത് ഞാൻ ജേർണലിംഗ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഞാൻ ഈ രീതിയിലാണ്, ഇതിനെന്ത് മാറ്റാ വരുത്താൻ പറ്റുന്നത്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ആ കാര്യങ്ങള് ഇതാക്കാൻ നമുക്ക് എന്താണ് പാർട്ട്ണർ ഡിസ്കഷനിലൂടെ സാധിക്കും. അത് നമ്മുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് ലൈഫ് പാർട്ട്ണർ ആവണമെന്നില്ല, നമ്മുടെ ഫ്രണ്ട് ആവാം. അതായത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഫ്രണ്ട്. അതിൽ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് തന്നെയാണ് നമ്മുടെ ജേർണൽ. ആ ജേർണലിൽ കിട്ടിയ ഇൻസൈറ്റ്സുകൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് മറ്റുള്ളവരും കൂടെ ആയിട്ട് ഒന്നുകൂടെ ഷെയർ ചെയ്യുമ്പോൾ അതിന്റെ എഫക്റ്റ് ഡബിൾ ആയിരിക്കും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ടുള്ള ലോങ് ടേം ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇമോഷണൽ അവയർനെസ് കിട്ടും, നമ്മുടെ സ്ട്രെസ് കുറയും, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി കൂടും, നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യും. അതായത് ജേർണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷണൽ ക്ലാരിറ്റിയാണ്. നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കാനും നമ്മുടെ മെന്റൽ പ്രഷർ അത് റിലീസ് ചെയ്യാനും നമ്മുടെ തോട്ട്സിലുള്ള ക്ലാരിറ്റി കൂട്ടാനും നമ്മുടെ പാറ്റേൺസ്, നമ്മൾ എങ്ങനെയാണ് ലൈഫിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ എഴുതി നമുക്കതിൽ കിട്ടുന്നത് ഒരു സെൽഫ് അവയർനെസ് ആണ്. നമുക്ക് ലൈഫിൽ സക്സസ് ആവാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് കിട്ടും. അതായത് ജേർണലിംഗ് ഈസ് നോട്ട് ജസ്റ്റ് റൈറ്റിംഗ്, ഇറ്റ് ഈസ് ടൂൾ ഫോർ ഇമോഷണൽ ഫ്രീഡം ആൻഡ് സെൽഫ് കൺട്രോൾ. നമുക്ക് വെറുതെ എഴുതുന്നതല്ല, എന്താണ് ഏറ്റവും നല്ല ഇമോഷണൽ ഫ്രീഡം കിട്ടാൻ ഏറ്റവും നല്ല ടൂളാണ്. അതുപോലെ നമുക്ക് സെൽഫായിട്ട് ഇപ്പൊ എനിക്കൊരു ഇൻസിഡന്റ് വന്നു, ആ ഇൻസിഡന്റില് ഇപ്പൊ ഞാനായിട്ട് ചിന്തിച്ചതുകൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും അതിലുണ്ടായിരുന്നില്ല. ഓക്കെ, ഞാനതെല്ലാം എഴുതി, എനിക്ക് ചേഞ്ച് ചെയ്യാൻ ഇവിടെ ഒന്നും ഇല്ല, എന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ തെറ്റുകളുമില്ല. പിന്നെ ഞാൻ ഈ ഒരു കാര്യത്തെ ആലോചിച്ച് സങ്കടപ്പെട്ട് എന്റെ ലൈഫ് സ്പോയിൽ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒരു നെഗറ്റീവ് ഇവന്റ് അവിടെ നിന്ന് എനിക്ക് കിട്ടി, പകരം എന്താണ് അതിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ഒരു നെഗറ്റീവ് ഇവന്റാ കിട്ടിയെങ്കിൽ ഒരു 5 പോസിറ്റീവ് തോട്ട്സ്, പോസിറ്റീവ് തിങ്സ് എനിക്ക് ചെയ്യാൻ ഈ ലോകത്തെ ചെയ്യാൻ സാധിക്കണം. ആ ഒരു തോട്ടിലേക്ക് എന്റെ മൈൻഡിനെ കൊണ്ടുപോയി എത്തിക്കുക ഈ ജേർണലിംഗ്. ഇനി നമ്മൾ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ജേർണലിംഗ് മാത്രമല്ല, ജേർണലിംഗ് ഒരു നല്ലൊരു ടൂൾ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ജേർണലിംഗ് പഠിപ്പിച്ചു, ഇനി നമുക്ക് അങ്ങോട്ട് വിഷ്വലൈസേഷൻ, അങ്ങനെ പല പല ടൂൾസും ഉണ്ട് അല്ലെ. ആദ്യം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ച് ഇപ്പൊ നമ്മൾ ജേർണലിംഗ് വരെ എത്തി. ഇനി നമ്മൾ ഓരോ ടൂൾസും പഠിക്കുകയാണ്. ഈ ടൂൾസ് ഓരോന്നും നമ്മൾ ലൈഫിൽ ഉപയോഗപ്പെടുത്തണം. അല്ലാതെ കുറെ ടൂൾസ് പഠിച്ചത് കൊണ്ട് നമുക്ക് ഒരിക്കലും എന്താണ് ഇമോഷണൽ റിയലൈൻമെന്റ് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് മെന്റൽ ട്രോമാസ് ഓരോരുത്തർക്കും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്.
അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു ഓഡിയോ ക്ലിപ്പിംഗ്സ് കേരളം മൊത്തം കേട്ടിട്ടുള്ള ഒരു ക്ലിപ്പിംഗ്സ് ആയിരുന്നു. ജസ്റ്റ് ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ സെയിം സംഭവം തന്നെ വീണ്ടും അടുത്ത ക്യാപ്ഷനോടുകൂടി വീണ്ടും വരും. അത് പിന്നെ കുറച്ച് എനിക്കൊരു കഴിയുമ്പോൾ വീണ്ടും അതില് വീഡിയോസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. അതായത് അതില് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അതിന്റെ ഫസ്റ്റ് ഇതിൽ നിന്നും ഒരുപാട് വേരിയേഷൻസ് വരുത്തി. പക്ഷെ ആദ്യത്തെ പ്രാവശ്യം ഈ ഒരു സംഭവം നടന്നപ്പോൾ എനിക്ക് വളരെ സങ്കടവും ഇമോഷൻസും ഉണ്ടായി. പിന്നെ ഇത് കേൾക്കുമ്പോൾ എനിക്കത് എന്താണ് ഒരു ഇന്ന സംഭവം ആദ്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്റെ പേര് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര സങ്കടവും അത് പറയാനോ അയ്യോ ഇത് ഞാനാണ്, ഇത് ഈ വോയിസ് ക്ലിപ്പിന്റെ ഉള്ളിലുള്ള ആള് ഞാനാണ് എന്ന് പറയാൻ പോലും എനിക്കൊരു മടിയും ചമ്മലും ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് നോ പ്രോബ്ലം. എന്തിനു ഞാൻ ഭയപ്പെടുന്നു? ഒരാള് നമ്മൾ ഒരാളുടെ അടുത്ത് പേഴ്സണലി ഫോണിൽ സംസാരിക്കുന്ന ആ ഒരു സംഭാഷണം എടുത്ത് വേറൊരു രീതിയിലാക്കിയിട്ട് വേറെ ഒരു അടിക്കുറിപ്പോട് കൂടി വേറൊരു സ്ഥലത്ത് പോസ്റ്റ് ചെയ്ത് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതല്ല, അയാളുടെ പേഴ്സണൽ നേട്ടത്തിന് വേണ്ടി ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. ഒരാളെ തരം താഴ്ത്തി കാണിച്ചിട്ട് സ്വന്തം പേഴ്സണൽ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അതിൽ ഞാൻ എന്തിനു സങ്കടപ്പെടണം? അതിൽ എനിക്കൊരു മാറ്റം വരുത്താനോ എന്റേത് ഭാഗത്തുനിന്ന് ഒരു തെറ്റുമില്ല എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നു. അതുപോലെ ആ ഒരു ഇഷ്യൂവില് കോൺസെൻട്രേറ്റ് ചെയ്ത് സങ്കടപ്പെട്ടത് കൊണ്ട് ലൈഫിൽ എനിക്ക് ഒരു നേട്ടവുമില്ല. പകരം ആ സെയിം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഞാനിപ്പോ 6 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ആദ്യത്തിൽ എനിക്ക് ഒരു ഏറ്റവും ഫസ്റ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനോട് തന്നെ ഒരു ദേഷ്യം തോന്നി. ഇത്രയും മോശം വ്യക്തികളാണോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത്? ആ ഒരു തോട്ടാണ്. പിന്നീട് ഞാൻ പരിചയപ്പെട്ടപ്പോൾ ഒരുപാട് നല്ല വ്യക്തികളെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പരിചയപ്പെടാൻ സാധിച്ചു. അപ്പൊ നമുക്ക് എന്താണ്, നമ്മൾ വളരുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ആ ഒരു ഇൻസിഡന്റ് നമ്മൾ തളർത്തുകയല്ല വേണ്ടത്. അവിടെ ഒരു ഇമോഷണൽ ക്ലാരിറ്റി അല്ലെങ്കിൽ എന്താണ് ഇമോഷണൽ ഹീലിംഗ് നടന്നു കഴിയുമ്പോൾ നമുക്ക് പവർഫുൾ ആയിട്ട് മാറാൻ സാധിക്കും. എല്ലാവരുടെയും ലൈഫിൽ ഇതുപോലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാതെ ഒരിക്കലും പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകില്ല. എന്ത് പ്രോബ്ലം വന്നോട്ടെ അതിന് നമ്മൾ നല്ല രീതിയിൽ അതിനെ എന്താണ് ഏത് രീതിയിൽ കൊണ്ടുപോയാൽ നമുക്ക് ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു തോട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്താണ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരിക്കലും ഇഷ്യൂസ് ഇല്ലാത്ത ഒരു ലൈഫല്ല നമ്മൾ മുന്നിൽ കാണുന്നത്. ഇഷ്യൂസ് ഉണ്ടാവും. അതിന് നമ്മൾ ക്ലാരിറ്റി കൊണ്ടുവരിക എന്നത് തന്നെയാണ് വേണ്ടത്. അതുപോലെ നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഞാൻ തന്നെ പറഞ്ഞില്ലേ, ഫസ്റ്റ് ആ ഒരു ഇൻസിഡന്റ് കേട്ടപ്പോൾ ഞാൻ സങ്കടപ്പെട്ടു, ഡൗൺ ആയി പോയി എന്ന്. ഇപ്പോ കറന്റ്ലി ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ആര് പറഞ്ഞാലും തിരിച്ച് ചിരിച്ചുകൊണ്ട് എന്തെങ്കിലും കമന്റ് പറയും. ആ ഒരു കമന്റോട് കൂടി അവിടെ അത് ഫിനിഷാണ്. ഒരിക്കലും ഹൃദയത്തിൽ തട്ടുന്ന ഒരു പ്രശ്നമോ അതുകൊണ്ട് എനിക്കൊരു സങ്കടമോ പ്രശ്നമോ ഉണ്ടാവില്ല. അവിടെ സംഭവിച്ചത് എന്താണ്, ഞാൻ ഇതുപോലെ വ്യക്തമായിട്ട് ക്ലാരിറ്റി ആയിട്ട് എഴുതി ആ ക്ലാരിറ്റി എന്റെ മനസ്സിൽ വന്നു കഴിയുമ്പോഴാണ് ആ ഒരു ഇമോഷണൽസിൽ ഉണ്ടാവുന്ന ഡിഫറൻസ്. പകരം പഴയ കാലത്താണ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് സിമിലർ ആയിട്ടുള്ള മറ്റൊരു കാര്യം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ്, ഞാൻ പൊട്ടിത്തെറിക്കും ഇല്ലേ? പൊട്ടിത്തെറിക്കില്ലേ? ഇപ്പൊ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊട്ടിത്തെറിക്കേണ്ട ഒരു അവസ്ഥ വന്നില്ല. അതാണ് നമ്മൾ ഇമോഷണൽ ഹീലിംഗിന്റെ ഏറ്റവും വലിയ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ഇമോഷൻസ് പ്രോപ്പർ ടൈമിൽ നമ്മൾ ഹീൽ ചെയ്യുക. നമ്മുടെ മൈൻഡിൽ നമുക്ക് തന്നെ നമ്മുടെ ഇമോഷൻസ് ഹീൽ ആയോ എന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും ഇല്ലേ? ഒരു ഇൻസിഡന്റ് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ഹീൽ ആയിട്ടില്ല. അല്ലാതെ നമ്മളിപ്പോ ഹീലിംഗ് എന്ന് പറയുമ്പോൾ ആ ഇൻസിഡന്റ് മനസ്സിലില്ലാതെ മായ്ച്ചു കളഞ്ഞു എന്നല്ല അതിനർത്ഥം. നമുക്കൊരു മുറിവുണ്ടായാൽ ആ മുറിവ് ഉണങ്ങുക എന്നതാണ്. ഉണങ്ങിക്കഴിഞ്ഞാൽ അവിടെ പാടുണ്ട്, അതിനുള്ള ആ ഒരു പാടുണ്ട്. പക്ഷെ അതിന് വേദനയോ വേറുള്ള ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ല. അതുപോലെ നമുക്കൊരു ഇമോഷൻസിന് അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ എന്താണ്, ആ ഒരു ഓർമ്മ അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ഹീൽ ആയി കഴിഞ്ഞാലും അത് ആ ഒരു ഓർമ്മ ചിലത് നമ്മൾ മറന്നു പോകും, ചിലത് നമ്മുടെ മനസ്സിൽ ഓർക്കാൻ സാധിക്കുന്നുണ്ടാവും. പക്ഷെ അവിടെ എന്ത് വരില്ല, ആ ഇൻസിഡന്റ് റിലേറ്റഡ് ആയിട്ട് ഇമോഷനുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവില്ല. അവിടെയാണ് ഇമോഷണൽ ഹീലിംഗ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ഓരോരുത്തർക്കും
ഫാമിലി റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടുള്ളതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള ഹൈ ഇമോഷൻസ് ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഇന്ന് നൈറ്റ് തന്നെ നിങ്ങൾ അത് വ്യക്തമായിട്ട് എഴുതുക. ഇനി ഒരുപാട് ദേഷ്യം തന്നെ, ഇപ്പൊ നമ്മളെ ഒരാൾ തട്ടിച്ചു കൊണ്ടുപോയി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണെങ്കിലോ, അപ്പൊ അയാളോട് ദേഷ്യം അയാളെ ഇടിച്ചു തീർക്കാനാ തോന്നണമെങ്കിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക പില്ലോ അയാളായിട്ട്, എന്നിട്ട് നമ്മൾ അതിനെ ഇടിച്ച് ആ ദേഷ്യം കളയുക. പിന്നെ നമുക്ക് എന്താ ഈ പറഞ്ഞ പോലെ എഴുതിയത് കീറുമ്പോ നമ്മൾ ആ വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് കീറുക. അപ്പൊ നമ്മുടെ ആ എനർജി അവിടെ റിലീസായി പോകും. അങ്ങനെ പൂർണ്ണമായിട്ടും ആ ഒരു ഇതിന്റെ മെന്റൽ ക്ലാരിറ്റി വന്നു കഴിയുമ്പോൾ നമുക്കവിടെ ഒരു പ്രോപ്പർ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ജേർണലിംഗ് ഇന്ന് തന്നെ, കാരണം ഞാൻ ഇപ്പൊ ചെയ്യിക്കാത്തത് ജേർണലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒത്തിരി സമയം കൊണ്ട് സ്വന്തമായിട്ട് ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് സേഫ് ആയിട്ട് തന്നെ ഇരുന്ന് അത് എഴുതി ആ സമയത്ത് ഇൻ കേസ് നമ്മൾ എഴുതുമ്പോൾ കരയാനാ തോന്നുന്നതെങ്കിൽ എന്ത് ചെയ്യുക, കരയുക. ചിരിക്കാനാ തോന്നുന്നെങ്കിൽ ചിരിക്കുക. നമുക്ക് എന്താണോ ഇമോഷൻ ഫീൽ ചെയ്യുന്നത് അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് അങ്ങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ എന്താണ് ഒരു ക്ലാരിറ്റി വരുവാണ്. പിന്നീട് നമുക്ക് ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇൻസിഡന്റ് ഓർമ്മയുണ്ടാവും, പക്ഷെ എന്താ അവിടെ ഇമോഷൻസ് കടന്നു വരില്ല. അപ്പോൾ ജേർണലിംഗ് നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക. അതായത് ഇൻസിഡന്റ് എഴുതുക, അതിന്റെ നെഗറ്റീവ് ഇവന്റ് പോസിറ്റീവ് ഇവന്റ് അതെങ്ങനെ നമുക്ക് ഹെൽപ്ഫുൾ ആണ്, അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ടാകും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ജസ്റ്റ് എഴുതുക. അത് എഴുതുന്നത് പ്രോപ്പർ ആയിരിക്കണമെന്നോ അതിനെന്താണ് ഗ്രാമർ ഉണ്ടാവണമെന്നോ ഒന്നും വേണ്ട. അത് എഴുതി കഴിയുമ്പോൾ ക്ലാരിറ്റി വരും. ആ ക്ലാരിറ്റി വന്നു കഴിയുമ്പോൾ നമുക്ക് ഹീലിംഗ് നടക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ജേർണലിംഗ് ക്ലിയർ ആയി എന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ ഓഫ് ചെയ്ത് പോയേക്കാണ്. ഇന്ന് വീഡിയോ ഓൺ ആക്കുക. ഓക്കെ അല്ലേ ചന്ദ്രകല മാം? ഓക്കെ ഓക്കെ ഒക്കെയാണ്. നിങ്ങളുടെ നന്നായിരുന്നു കേട്ടോ. എന്താണ്? ഓക്കെ, താങ്ക് യു വളരെ ചന്ദ്രകല നന്നായിരുന്നു. മാം. അപ്പോ ഈ ഒരു ടൂള് 5 ദിവസമായി, 5 ദിവസം പഠിച്ച കാര്യങ്ങൾ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക. അതുപോലെ എപ്പോൾ സ്ട്രെസ് വന്നാലും 2-3 പ്രാവശ്യം ജേർണലിംഗ് ചെയ്യുക. അതാണ് എനിക്ക് തരാനുള്ള ഏറ്റവും വലിയ മെസ്സേജ്. കാരണം പറഞ്ഞറിയുന്നതും ചെയ്ത് മനസ്സിലാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ചെയ്യുമ്പോഴാണ് അതിന്റെ പിന്നെ ഒരു പേപ്പറിൽ ഇത് എഴുതുമ്പോഴത്തേക്ക് എന്റെ മനസ്സിലെ സങ്കടം എല്ലാം പോവാണല്ലേ എന്നാണ് ഫസ്റ്റ് തോട്ട് വരുള്ളൂ. അങ്ങനെയല്ല. നിങ്ങളൊന്ന് സുലേഖ മാം അങ്ങനെയാണോ? ചെയ്ത ആളുടെ എക്സ്പീരിയൻസാ ചോദിക്കുന്നത്. അല്ല, സുലേഖ മാം അവിടെ നിന്ന് വളരെ പവർഫുൾ ടൂളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് കഴിയുമ്പോൾ ഓരോ പ്രാവശ്യവും ചെയ്യുമ്പോൾ വളരെ മെന്റൽ ക്ലാരിറ്റി നമുക്കുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ലൈഫിൽ നല്ലൊരു ERI ട്രെയിനർ ആവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. ഓവർ ടു അനിൽ സർ. താങ്ക് യു മാം. താങ്ക് യു. നല്ല അല്ലേ? താങ്ക് യു മാം. നല്ല നമ്മളിപ്പോ 5-ാമത്തെ ദിവസമല്ലേ? 5-ാമത്തെ ദിവസമായിരുന്നു ഇന്ന് ഫിനിഷ് ചെയ്തു. അപ്പൊ ഒന്ന് ആലോചിച്ച് ഓരോ അനിൽ സാറേ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. മാറിക്കൊണ്ടിരിക്കില്ലേ? അനിൽ സാറേ ഒരു കാര്യം കൂടെ, എനിക്ക് ഇപ്പൊ 5 ക്ലാസ് കഴിഞ്ഞപ്പോ ഒരു പ്രതീക്ഷയില്ലേ നിങ്ങൾക്ക് ഒരു ERI ട്രെയിനർ ആകാൻ സാധിക്കും എന്ന്? 5 ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ ഉണ്ടെങ്കിൽ ഒരു തമ്പ് എന്റെ സന്തോഷത്തിന്. ഓക്കെ ജയ മാം ഓക്കെ അല്ലേ? ആയിട്ടില്ലെന്ന് തോന്നുന്നു മാം. അല്ല, ആകാൻ സാധിക്കുമെന്ന്. ഇപ്പൊ 5 ക്ലാസ് ആയപ്പോ ചെറിയ മാറ്റം വന്നിട്ടില്ലേ? യാ. ഓക്കെ, താങ്ക് യു. എനിക്ക് തമ്പ് തന്ന എല്ലാവർക്കും നന്ദി. നിങ്ങൾ എങ്ങനെയുണ്ട് ഈ ക്ലാസ് എന്നോടൊപ്പം വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ പറയുന്നത് ഫുള്ള് തിയറിയാണ്. അപ്പൊ ഇതില് തമാശയും അതും ഇതൊക്കെ കൊണ്ടുവരാൻ സാധിക്കൂലല്ലോ. എന്റർടൈൻമെന്റ് കുറവാണ്, സീരിയസ് മാറ്റർ ആണ് സംസാരിക്കുന്നത്. എങ്കിലും ആദ്യത്തെ മാറ്റമുണ്ട് മാം, നന്നായിട്ട് മനസ്സിലാകുന്നു. ആദ്യത്തെ ക്ലാസ് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. ഇപ്പം നല്ല ക്ലാസ് കേട്ടോ, നല്ല ക്ലാസ്. നന്നായി ഒരുപാട് ക്ലാസ് എടുക്കുന്നു. തോന്നി. അപ്പൊ നമുക്ക് എല്ലാരും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒന്നുകൂടെ ആലോചിക്കുക, നമ്മളിങ്ങനെ ഹൃദയങ്ങൾ അടുത്തുകൊണ്ടിരിക്കുക അല്ലേ? അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. ഞാനും കുറെ കാര്യങ്ങൾ ഇങ്ങനെ നേരത്തെ പഠിച്ചാണെങ്കിലും പഠിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പം ഇന്നത്തെ സെഷനെ കുറിച്ച് പറഞ്ഞാൽ ഇന്ന് ഉറങ്ങാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക. അതൊരു സ്റ്റുഡന്റ് ആയി മാറും നമ്മൾ.
സ്റ്റുഡന്റ് ആകുക എന്ന് പറഞ്ഞത് ഒരു ഭാഗ്യമാണ്. ഒരുപക്ഷെ നിങ്ങളെപ്പോലെ റിട്ടയർ ചെയ്ത അല്ലെ ഇപ്പൊ വീട്ടിലിരിക്കുന്നവർക്കൊന്നും ഇതുപോലെ പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ നിങ്ങൾ എത്രയോ വലിയ ആൾക്കാരാണ്. അപ്പൊ നമ്മളിലേക്ക് വരുന്ന ഒരു വിഷയവും മറ്റുള്ളവരുടെ വിഷയവും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുമെന്നൊരു കോൺഫിഡൻസ് തരികയാണ്. നേരത്തെ നമ്മുടെ ക്ലാസ്സിൽ പറയുന്നവരെ ഞങ്ങളോടൊപ്പം നിങ്ങൾ ഉണ്ടാകുക. തീർച്ചയായും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. ഇപ്പൊ ഇന്ന് പഠിപ്പിച്ച കുറേ നല്ല പോയിന്റുകൾ അല്ലെ. നമുക്ക് ഇഷ്യൂ ഉണ്ടാകാം, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം. അപ്പൊ അതിന് ഞാനൊരു 4 ബ്ലെസ്സിങ്സ് കൂടി പറഞ്ഞേക്കാം, നിർത്താം. അപ്പൊ നമ്മൾ മൂലം ആർക്കെങ്കിലും ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയേണ്ടത് ഐ അക്സെപ്റ്റ് ദം, ഐ റെസ്പെക്ട് ദം, ഐ ലവ് ദം, മൈ ബ്ലെസ്സിങ്സ് ടു ദം. കണ്ടാ, എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് അവരുമായിട്ട് എൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ അവരെ സ്വീകരിക്കുന്നു, ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്നു, ഞാൻ സ്നേഹിക്കുന്നു, ബ്ലസ് ചെയ്യുന്നു. ഇനി മറ്റുള്ളവർ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് തന്നെങ്കിൽ നമുക്ക് സപ്പോസ് വിഷ്വലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഹി ഓർ ഷീ ഓർ ദേ റെസ്പെക്ട് മീ, ദേ അക്സെപ്റ്റ് മീ, ദേ ലവ് മീ, ദർ ബ്ലെസ്സിങ്സ് ടു മീ. കണ്ടാ, നമുക്കിതൊക്കെ വിഷ്വലൈസ് ചെയ്യാം. ഇതിന് ടാക്സ് കൊടുക്കണ്ട. അപ്പൊ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ അവരെ സ്നേഹിക്കുന്നു, ഞാൻ അവരെ സ്വീകരിക്കുന്നു, ഞാൻ അവരെ ബ്ലസ് ചെയ്യുന്നു. അതങ്ങനെ പറയുക. അപ്പൊ ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റോ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ കൊണ്ടുവരാം. അപ്പൊ ഇന്നത്തെ സെഷൻ ഇഷ്ടപ്പെട്ടു, ഇവിടെ വെച്ച് നിർത്തരുതും. ആ വർക്ക് ബുക്കൊക്കെ ഒന്ന് ചെയ്യുക. അപ്പൊ സംശയങ്ങൾ വരും, ഗ്രൂപ്പിൽ ചോദിക്കുക. അത് ഏറ്റവും നല്ലതാണ്. ഒരു കൊച്ചുകുട്ടിയെ പോലെ ചാടി എഴുന്നേറ്റ് ചോദിക്കണം. 10 വയസ്സ് കുറക്കും നമ്മൾ ഇനി ഒരു നാളത്തെ ക്ലാസ് കൂടി കഴിയുമ്പോൾ. ഇല്ലേ, അങ്ങനെ ആരെങ്കിലും ചെയ്തു അപ്പൊ ചോദിച്ചപ്പോ സാറ് ഹോസ്റ്റ് മ്യൂട്ട് ചെയ്തു. ഹോസ്റ്റ് ആയിട്ടാണോ അയ്യോ. അനിൽസാറാണോ? ആണോ? അതെ, ഞാനോർത്ത് സൗണ്ട് വന്നുകൊണ്ടായിരുന്നല്ലേ ആ സംശയം. സോറി. ഞാനോർത്തേ മറ്റേ ഡിവൈസിന്റെ മാം ശബ്ദം. എന്താ ഡൗട്ട് എന്ന് വെച്ച് ചോദിച്ചോളൂ മാം, നോ പ്രോബ്ലം. ഇല്ല അപ്പോഴേ തോന്നിയതിന്റെ ആ ഡൗട്ടിന്റെ ആൻസർ ഉടനെ തന്നെ മാം പറഞ്ഞു. അതുകൊണ്ട് തന്നെ സാരമില്ല. വെരി ഗുഡ്. ഞാനോർത്ത് എന്തോ ഒരു സൗണ്ട് വരും. ഓക്കെ. ഇത് അറിയാതെ വന്ന സൗണ്ട് ആയിരിക്കും എഴുതിയിട്ടായിരിക്കും സാറ് മ്യൂട്ട് ആക്കിയത്. ആർക്കും എപ്പോഴും ചോദ്യങ്ങൾ, ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോഴാണെങ്കിലും ചോദിക്കാട്ടോ, നോ പ്രോബ്ലം. ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞതാണ്, ഒരു പ്രശ്നവുമില്ല. നമ്മുടെ ക്ലാസ്സിനെ ഇന്ററപ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും സൗണ്ട് ആണ് എന്ന് കരുതിയിട്ട് അത് മ്യൂട്ട് ചെയ്തതാണ്. സോറി. അപ്പൊ ഓക്കെ. അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ഓൾ ഈസ് വെൽ, ഓൾ ആർ ഓക്കെ. ഗുഡ് നൈറ്റ്. Okay, Good night. Thank you. താങ്ക് യു. Thank you, ma'am. Thank you, sir. Thank you.